السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഇബാദത്ത് പൂർത്തീകരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, ആരെയാണ് നാം ഇബാദത്ത് ചെയ്യുന്നത് എന്നറിയണം, അഥവാ അള്ളാഹുവിനെ കുറിച്ച് അറിയണം. അവൻ്റെ നാമങ്ങൾ, അവൻ്റെ വിശേഷണങ്ങൾ എന്നീ കാര്യങ്ങളൊക്കെ അറിയണം. അതുപോലെ എന്താണ് നാം അള്ളാഹുവിനെ ഇബാദത്തായി ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ നമുക്കറിയണം. ഈ രണ്ട് കാര്യങ്ങൾ ഇത് പഠിപ്പിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ നിയോഗിച്ചത്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കാര്യങ്ങൾ നൽകുകയും ചെയ്തു. ഒന്ന്, അള്ളാഹുവിന്റെ കലാമായ ഖുർആനും, രണ്ട്, വഹീന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ വിശദീകരണം എന്നോണം പഠിപ്പിച്ചിട്ടുള്ള ഹദീസുകളും. ഈ രണ്ട് കാര്യങ്ങളാണ് ഇൽമ് എന്ന് നാം പറയുന്ന കാര്യങ്ങൾ. അറിവ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഈ രണ്ട് കാര്യമാണ്. ഒന്ന്, ഖുർആനും ഹദീസും, അറിവിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ അതിൽ നിന്ന് ഉരുത്തിരിച്ചെടുക്കുന്ന ഫിഖ്ഹ്, അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്ന ഫിഖ്ഹ്, അതിലാണ് അഖീദ. ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ കർമ്മശാസ്ത്രം എന്ന അർത്ഥത്തിലല്ല, അതിൽ നിന്ന് പുറത്തെടുക്കുന്ന അവഗാഹം, അതിലാണ് വിശ്വാസ കാര്യങ്ങൾ, അഖീദ, കർമ്മങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നത്. അതാണ് ഇൽമിന്റെ അടിസ്ഥാനം, ഖുർആനും ഹദീസും. അതുകൊണ്ട് തന്നെ നമ്മുടെ മേലെ നിർബന്ധമായിട്ടുള്ള ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഓരോ മുസ്ലിമിന്റെ മേലെയും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഇൽമ് നേടുക, അറിവ് നേടുക. അഥവാ നമ്മുടെ മേൽ നിർബന്ധമായ കർമ്മങ്ങൾ എന്താണോ അതിനെക്കുറിച്ചുള്ള അറിവ് നേടൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ്, നിസ്കാരം നിർവഹിക്കേണ്ടത് എങ്ങനെയാണ്, നോമ്പ് നോൽക്കേണ്ടത് എങ്ങനെയാണ്, സക്കാത്ത് കൊടുക്കാൻ അർഹരായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ഹജ്ജ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിർബന്ധമായിട്ടുള്ള അറിഞ്ഞിരിക്കണം. പിന്നെ ചില ആളുകൾ മാത്രം, ഒരു സമൂഹത്തിൽ, മുസ്ലിമുകളുടെ സമൂഹത്തിൽ ചില ആളുകൾ മാത്രം അറിയേണ്ട ഇൽമുകളുമുണ്ട്. അത് ചില ആളുകൾ പഠിക്കാൻ നിർബന്ധമാണ്. അവരോട് ചോദിച്ച്, ആവശ്യ സമയത്ത് ആളുകൾക്ക് ചോദിച്ച് അത് ജീവിതത്തിൽ പകർത്താവുന്നതാണ്. ഇവിടെ നാം ഇന്ന് സംസാരിക്കുന്ന വിഷയം, നമുക്ക് ഇന്ന് ഇൽമ് എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഖുർആനും ഹദീസും അതിൽ നിന്നുള്ള അവഗാഹം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ, നമുക്ക് ഒരുപാട് സാധ്യതകൾ, ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നമുക്കുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് അഖീദ പഠിക്കണം, വിശ്വാസം പഠിക്കണം. നമുക്ക് ഹദീസിന്റെ കിതാബുകളുണ്ട്. ഇവിടെ കിതാബു തൗഹീദ് പോലെ, സലാസുൽ ഉസൂൽ പോലെ നമുക്ക് കിതാബുകളുണ്ട്. നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ എളുപ്പമാണ്. ഫിഖ് പഠിക്കണം, നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കണം. നിസ്കരിക്കാൻ പഠിക്കുന്ന, അല്ലെങ്കിൽ ഇബാദത്തുകളെ, അമാലുകളെ ക്രോഡീകരിച്ച ഹദീസിന്റെ കിതാബുകളുണ്ട്. ഉംദത്തുൽ അഹ്കാം പോലെ, ബുലൂഗുൽ മറാം പോലെ, അല്ലെങ്കിൽ മുഹറർ പോലെ. അല്ലെങ്കിൽ കർമ്മശാസ്ത്രം അത് വിശദീകരിച്ച് പഠിപ്പിക്കുന്ന ബാക്കി മുഗ്നി പോലെ, അല്ലെങ്കിൽ സാദുൽ മുസ്തഖനി പോലെ ധാരാളം ഫിഖ്ഹിന്റെ കിതാബുകളുണ്ട്. ഹദീസിന്റെ കിതാബുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും ലഭ്യമല്ലാത്ത ഒരു കാലം മുസ്ലിമീങ്ങളിൽ കടന്നുപോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടു കൂടി വഹി നിന്നു. ഖുർആൻ അവിടെയുണ്ട്, ഹദീസുകളുണ്ട്. പക്ഷെ അതൊന്നും കിതാബുകളായി ക്രോഡീകരിച്ചിട്ടില്ലാത്ത, നിസ്കാരം പഠിക്കാൻ, വിശ്വാസം പഠിക്കാൻ, കർമ്മങ്ങൾ പഠിക്കാൻ, ഇതെല്ലാം ഒരുമിച്ചിട്ടുള്ള കിതാബുകൾ ഇല്ലാത്തൊരു കാലം ഈ ഉമ്മത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ന് സഹീൽ ബുഖാരി ഇല്ല, മുസ്ലിം ഇല്ല, ജാമിഉ തിർമിദിയോ സുനനുകളോ ഇല്ല, അല്ലെങ്കിൽ മുസന്നഫ് അബ്ദുർ റസാഖോ സഹീഹ് ഇബ്നു ഹിബ്ബാനോ അങ്ങനെ തുടങ്ങി ഹദീസിന്റെ കിതാബുകളില്ല. ഫുഖഹാക്കളുടെ കിതാബുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന ബാക്കിയുള്ള കിതാബുകളൊന്നും ഇല്ലാത്ത കാലത്ത് ഇൽമ് എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസും. ഖുർആൻ അവിടെ ഉണ്ട്, മുസ്ഹഫായിട്ട് ക്രോഡീകരിച്ചിട്ട് അവിടെ ലഭ്യമാണ്.
ഹദീസുകൾ വ്യത്യസ്ത സഹാബികൾ വ്യത്യസ്ത നാടുകളിൽ കേട്ട ഹദീസുകൾ അവർ പറയുന്നു, അവർ ഉദ്ധരിക്കുന്നു. അങ്ങനെ ഒരു കാലം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ആ ഒരു കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ ഇൽമിന്റെ പ്രാധാന്യം എത്രയായിരിക്കുന്നു, എങ്ങനെയാണ് അവർ ദീന് അറിയേണ്ടി വന്നിട്ടുണ്ടാവുക എന്ന്, ദീന് പഠിക്കേണ്ടി വന്നിട്ടുണ്ടാവുക എന്ന്. നമുക്കിന്ന് എന്തൊരു സൗകര്യമാണ്, നമുക്കിന്ന് 2 വിരലുകൾ കൊണ്ട് 4 അക്ഷരം അമർത്തി കഴിഞ്ഞാൽ ആ ഹദീസ്, ആ വാക്ക് വന്നിട്ടുള്ള ഹദീസുകളൊക്കെ ലഭ്യമാണ്. അത് സഹീഹാണോ വഈഫാണോ, അതിന്റെ സനദ് ഏതാണ്, അതിലെന്തൊക്കെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു മസ്അല, ആ മസ്അലയുടെ ചർച്ചകളൊക്കെ ലഭ്യമാണ്. എന്നാൽ ഇതിന്റെ അടിസ്ഥാനമായ ഹദീസുകൾ അത് എവിടെയാണുള്ളത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, നിസ്കാരത്തിൽ എന്താണ് ചൊല്ലേണ്ടത്, എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ത്വലാഖ് ചെല്ലുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, വിവാഹം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, കച്ചവടം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഇതിനുള്ള അടിസ്ഥാന തെളിവുകൾ എവിടെയെന്നറിയാത്ത, എങ്ങനെ ചെയ്യണമെന്നറിയാത്ത, അത് അറിയൽ നിർബന്ധമാണല്ലോ എന്ന നിലയ്ക്ക് അത് അന്വേഷിച്ച് നടന്ന, അത് പഠിക്കാൻ വേണ്ടി താല്പര്യം കാണിച്ച് നടന്ന ആളുകൾ നമ്മുടെ സലഫുസ് സാലിഹീങ്ങൾ, സഹാബികളിൽ നിന്ന് ആ ഇൽമിനെ സ്വീകരിച്ച് ഇന്ന് നമുക്ക് ലഭിച്ച രീതിയിൽ ക്രോഡീകരിച്ച് ഗ്രന്ഥങ്ങളായി ആക്കിത്തന്ന മുൻഗാമികൾ, അവർ അവരുടെ ജീവിതത്തിൽ ഈ ഹദീസുകളും ഈ അറിവും ക്രോഡീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടി അവർ സഹിച്ച ത്യാഗം വളരെ വലുതാണ്. അത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും സുഖസൗകര്യങ്ങളിൽ, എളുപ്പമുള്ള മാർഗങ്ങളിൽ അറിവ് നേടുന്നതിൽ താല്പര്യരല്ലാതെ പിന്നോട്ട് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ അതിന് മുന്നിലേക്ക് വരാൻ താല്പര്യമില്ലാതെ നമുക്ക് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സുഖസൗകര്യങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള ആസ്വാദനങ്ങൾ, മറ്റുള്ള കാര്യങ്ങളെല്ലാം അതിന് തടസ്സമായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് നേടാൻ, അഥവാ എളുപ്പമാക്കിയിട്ടുള്ള ഇൽമിനെ, ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഇൽമിനെ പഠിക്കാനും അത് നേടാനുമെല്ലാം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ തടസ്സമായി തീരുമ്പോൾ, ഈ അനുഗ്രഹങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ അറിവ് തേടി നടന്ന, അന്ന് അത് ആവശ്യമായിരുന്നു, അത്രയും ത്യാഗം ആവശ്യമായിരുന്നു. നമുക്ക് അത്രയും ത്യാഗം ആവശ്യമില്ല. കാരണം നമ്മൾ മനസ്സിലാക്കണം, ഇതൊന്നുമില്ല, ഈ കാര്യങ്ങളൊന്നും ക്രോഡീകരിച്ചിട്ടില്ല. അന്ന് ഈ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും വേണ്ടി ത്യാഗം സഹിച്ച ആ സലഫുസ് സാലിഹീങ്ങളുടെ, അവരുടെ ആ ഇൽമ് നേടുന്നതിൽ അവർ സഹിച്ച ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ഒന്ന് ഓർമ്മിക്കാനാണ് ഈ സദസ്സ്, ഈ ഒരു മജ്ലിസ് നാം ഉപയോഗിക്കുന്നത്. അതിനെ അവരുടെ ജീവിതത്തിൽ നിന്നുള്ള, അവരുടെ ജീവിതത്തിൽ അവർ സഹിച്ച ത്യാഗങ്ങളെ സൂചിപ്പിച്ചിട്ടുള്ള ധാരാളം കിതാബുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇമാം ദഹബിയുടെ സിയർ അലാമുൻ നുബലാ പോലെ, അതുപോലെ തന്നെ ഇമാം ദഹബിയുടെ തന്നെ തദ്കിറത്തുൽ ഹുഫാദ് പോലെ, അല്ലെങ്കിൽ ഹില്യത്തുൽ ഔലിയ പോലെ ധാരാളം കിതാബുകളിൽ അവരുടെ ചരിത്രങ്ങളും അവർ സഹിച്ച ത്യാഗങ്ങളും ക്രോഡീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ത്വലബുൽ ഇൽമുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി അവർ സഹിച്ച ത്യാഗവും കഷ്ടപ്പാടുകളും ഒന്ന് ഓർമ്മിക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിൽ ഓരോ സലഫുകളുടെ അവരുടെ ജീവിതത്തിൽ നേരിട്ട ചില പരീക്ഷണങ്ങൾ, അല്ലെങ്കിൽ അവർ സഹിച്ച ത്യാഗം, എത്രത്തോളം പ്രാധാന്യം ഈ ഇൽമിന് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അഥവാ ഖുർആനും ഹദീസും പഠിക്കാൻ, അതിൽ നിന്നുള്ള ഈ ഫിഖ്ഹിനെ പുറത്തെടുക്കാൻ, നമുക്കിന്ന് എളുപ്പത്തിൽ ലഭിച്ചിട്ടുള്ള ഒരു കാര്യം ഇന്ന് എളുപ്പത്തിൽ ലഭിക്കാൻ എത്രത്തോളം അവർ ത്യാഗം സഹിച്ചു നമ്മൾ മനസ്സിലാക്കണം. അവർ സഹിച്ച ത്യാഗം നമുക്ക് വേണ്ടിയിട്ടാണ്. അവർ ആ സഹിച്ച ത്യാഗം ഇന്ന് നമ്മൾ ആസ്വദിക്കുകയാണ്. അവരുടെ ബുദ്ധിമുട്ടാണ് നമ്മുടെ സുഖമായി മാറിയിട്ടുള്ളത്. അവരുടെ പട്ടിണിയാണ് നമുക്ക് പട്ടിണി കിടക്കേണ്ടതില്ലാതെ ആ കാര്യം കിട്ടാൻ കാരണമായിട്ടുള്ളത്. അവരുടെ യാത്രകളാണ് യാത്ര ചെയ്യേണ്ടതില്ലാതെ നമുക്കതൊരു കിതാബിലായി കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനേക്കാൾ എളുപ്പമുള്ള സൗകര്യമായി കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ത്യാഗം നാം ചിന്തിക്കേണ്ടതും, അവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതും, അള്ളാഹുവിന് സ്തുതിക്കേണ്ടതും, അള്ളാഹു നന്ദി കാണിക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. ചില അസറുകൾ അതുമായി ബന്ധപ്പെട്ട സിയർ അലാമുൻ നുബല അതുപോലെയുള്ള കിതാബുകളിൽ നിന്നുള്ള ചില അസറുകൾ തെരഞ്ഞെടുത്ത് ക്രോഡീകരിച്ചാണ് നാം വായിക്കുന്നത്. അതിലൊന്ന് അബൂ മസ്ഊദ് അബ്ദുറഹീം അൽ ഹാജി എന്നറിയപ്പെടുന്ന, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അബ്ദുറഹീം ഇബ്നു യഹ്യ ഇബ്നു ഇസ്മായിൽ ദീബാജ് എന്നുള്ളതാണ്. അൽ ഹാജി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടാറുള്ളത്. അദ്ദേഹം സുഫിയാൻ ഇബ്നു ഉയൈന, അബൂ ബംറ, ഇത് ഈ പറയുന്ന ആളുകളൊക്കെ ഹദീസിന്റെ റാവിമാരിൽ വന്നിട്ടുള്ളതാണ്. അതായത് ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബികൾ കേട്ടിട്ടുണ്ടാകും. ആ സഹാബിയിൽ നിന്ന് താബിഈ, താബിഈൽ നിന്ന് തബഉ താബിഈ, അതിന് താഴെ അങ്ങനെ കേട്ടിട്ടാണ് അവസാനം മുസന്നഫാത്തുകൾ കിതാബുകൾ ക്രോഡീകരിച്ച ഇമാം ബുഖാരിയെ പോലെ അതുപോലുള്ള ഇമാമികൾ കിതാബായി ക്രോഡീകരിച്ചത്. അതിന്റെ ഇടയിലുള്ള ആളുകൾക്കാണ് എന്ത് പറയുന്നത്? റാവിമാർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഇടയിലുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഫുഖഹാക്കളിലേക്ക് ഈ ഹദീസുകൾ എത്തുമ്പോൾ അതിന്റെ ഇടയിൽ വന്ന ആളുകൾ, ആ ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അവർ സഹിച്ച ത്യാഗം, അവർ ഈ ഹദീസ് നേടാൻ വേണ്ടി സഹിച്ച കഷ്ടപ്പാടുകൾ, അതാണ് പറയുന്നത്. അങ്ങനെ ആ റാവിമാരിൽ പെട്ടിട്ടുള്ള സുഫിയാൻ ഇബ്നു ഉയൈന പോലെ, അബൂ ബംറ പോലെയുള്ള ആളുകളിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അബൂ മസ്ഊദ് അബ്ദുറഹീം അൽ ഹാജി എന്നുള്ളത്.
അദ്ദേഹം പറയാണ് സെമിഅതു ഇബ്നു ത്വാഹിറിൻ യഖൂൽ, ഇബ്നു ത്വാഹിർ എന്നുള്ള അഹ്മദ് ഇബ്നു ഗാനിം അദ്ദേഹത്തിന്റെ ഷെയ്ഖായിട്ട് ഉള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൽ നിന്ന് ഈ വ്യക്തി ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയാണ് ഇബ്നു ത്വാഹിർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ബുൽതു ദമ ഫീ തലബിൽ ഹദീസ് മർറതൈൻ, ഹദീസ് തേടി ഞാൻ യാത്രകൾ ചെയ്യുന്ന സന്ദർഭത്തിൽ 2 തവണ എനിക്ക് രക്തം മൂത്രിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് മരുഭൂമിയിലൂടെയുള്ള യാത്രകൾ അത്രയും കഷ്ടപ്പെട്ടുള്ള യാത്രകളാണ്. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് 2 തവണ രക്തം മൂത്രിക്കേണ്ടി വന്നിട്ടുണ്ട്. മർറതൻ ബി ബഗ്ദാദ് വ ഉഖ്റാ ബി മക്ക, ഒരു തവണ ബഗ്ദാദിൽ വെച്ചിട്ടും രണ്ടാമത്തേത് മക്കയിൽ വെച്ചിട്ടുമാണ് അതുണ്ടായത്. കുൻതു അംഷി ഹാഫിയൻ ഫിൽ ഹർ, എന്താണ് അത് വരാനുള്ള കാരണം? ഞാൻ ചൂടുള്ള സമയത്തും ചെരുപ്പിടാതെയാണ് ഞാൻ നടക്കാറുണ്ടായിരുന്നത്. അന്ന് ഹദീസ് തേടി പോകുമ്പോൾ ചെരുപ്പ് ലഭിച്ചോളണമെന്നില്ല, ഉണ്ടാവണമെന്നില്ല, ചെരുപ്പിടാതെയാണ് പോകാറുണ്ടായിരുന്നത്. ഫലഹിഖനി ദാലിക്, അതുകൊണ്ടാണ് എനിക്ക് ചൂട് ശരീരത്തിൽ കൂടിയിട്ട് രക്തം മൂത്രിക്കേണ്ടി വന്നത്. വമാ റകിബ്തു ജാബതൻ ഖത്തു ഫീ തലബിൽ ഹദീസ്, എന്നിട്ട് അദ്ദേഹം പറയാണ് ഹദീസ് തേടുന്നതിൽ ഞാൻ ഒരു വാഹന പുറത്ത് കയറി യാത്ര പോയിട്ടില്ല. കാരണം വാഹനം വാങ്ങാനോ അതിനുള്ള പണമോ കാര്യങ്ങളോ ഒന്നുമില്ല. വകുൻതു അഹ്മിലു കുതുബി അലാ ദുഹരി, ഞാൻ എന്റെ മുതുകിൽ എന്റെ കിതാബുകൾ ഏറ്റിയിട്ടാണ് ഞാൻ നടന്നു പോകാറുള്ളത്. നടക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ദൂരമല്ല. മക്ക, ബഗ്ദാദ്, അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ, ബസറ, ഖുറാസാൻ, ഹറാൻ, അങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ അവർ യാത്ര ചെയ്തിരുന്നത് നടന്നു പോയിട്ടാണ്. വമാ സഅൽതു ഫീ ഹാലി തലബി അഹദൻ കുൻതു അഈഷു അലാ മാ യഅതി, ഞാൻ എനിക്ക് ഇൽമ നേടാൻ വേണ്ടി ഒരാളോടും ഒന്നും ചോദിക്കാറുണ്ടായിരുന്നില്ല. എനിക്ക് എന്താണോ വന്നു കിട്ടുന്നത് അതുകൊണ്ട് മാത്രം ഞാൻ ജീവിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. സീറ അലാമുൻ നബലായി ഈ ഒരു അസർ ഇമാം ദഹബി ഉദ്ധരിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയും, നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയും, തന്റെ മുതുകിൽ കിതാബുകൾ ഏറ്റിക്കൊണ്ട് ഒരു ഹദീസ് നേടാൻ വേണ്ടി വേറെ നാട്ടിലേക്ക് നടന്നു പോകുന്ന ആളുകൾ. ഇന്ന് നമുക്ക് ഏറ്റവും ചെറിയൊരു സൗകര്യത്തിൽ ആ ഹദീസുകളെല്ലാം, ഒരു ഭാരവും നമുക്ക് ഏൽക്കേണ്ട, ഒരു കഷ്ടപ്പാട് നമുക്ക് സഹിക്കേണ്ട, ഹദീസ് എളുപ്പത്തിൽ നമുക്ക് കിട്ടും. മറ്റൊരു സംഭവം കാണാം. അബ്ദുറഹ്മാൻ ഇബ്നു അബി ഹാത്തിം, നമ്മൾ കേട്ടിട്ടുണ്ടാവും. അബൂ ഹാത്തിം അർ-റാസി എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ മകനാണ് അബ്ദുറഹ്മാൻ ഇബ്നു അബി ഹാത്തിം. ഉപ്പയും മകനും ഹദീസിന്റെ റാവിമാരിൽ പെട്ടിട്ടുള്ള ആളുകളാണ്. അബ്ദുറഹ്മാൻ ഇബ്നു അബി ഹാത്തിമിന് അൽ ജർഹ് വ തഅദീൽ എന്നുള്ള ഹദീസിന്റെ വിഷയത്തിൽ ഇന്ന ആളുകളെ സ്വീകരിക്കാൻ പറ്റുമോ സ്വീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പഠിക്കുന്ന വളരെ മഹത്തായ കിതാബുണ്ട്. അതുപോലെ അബൂ ഹാത്തിം അർ-റാസി അറിയപ്പെട്ട റാവിമാരിൽപ്പെട്ട ആളാണ്. ഹിജ്റ 277 അബൂ ഹാത്തിം അർ-റാസി മരണപ്പെടുന്നത്. അദ്ദേഹം അബ്ദുറഹ്മാൻ ഇബ്നു അബി ഹാത്തിം മകൻ പറയാണ്, വാപ്പാൻ അബൂ ഹാത്തിമിന്റെ വേറെ വരുന്നുണ്ട്. കുന്നാ ബി മിസ്ര 7 അശ്ഹുരിൻ എന്ന് പറയാണ്, 7 മാസത്തോളം ഞങ്ങൾ മിസ്രിൽ ഉണ്ടായിരുന്നു. ലം നഅകുൽ മറഖതൻ, ഞങ്ങൾ ഇൽമ തേടാൻ വേണ്ടിയിട്ട് പോയതാണ്, ഹദീസ് തേടാൻ വേണ്ടി പോയതാണ്. ഞങ്ങൾക്ക് ഒരു കറി ഉണ്ടായിരുന്നില്ല, ഭക്ഷണത്തിൽ പാകം ചെയ്ത് കറി ഒഴിച്ച് കഴിക്കാൻ കറി ഉണ്ടായിരുന്നില്ല. കുല്ലു നഹാരിന മുഖ്തിമുൽ ലിമജാലിസ് ശുയൂഖ്, ഞങ്ങളുടെ പകലൊക്കെ ഞങ്ങൾ ഓരോ ഷെയ്ഖുമാരുടെ ദർസിലായിട്ട് പോകാറുണ്ടായിരുന്നു. അതോ ഷെയ്ഖുമാരുടെ ദർസ് പറഞ്ഞ അന്ന് കാലത്ത് ഒരു ഷെയ്ഖിന് വേറൊരാളിൽ നിന്ന് ഹദീസുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ സഹാബികളിൽ നിന്നൊരു താബിക്ക് ഹദീസ് കിട്ടുന്നെങ്കിൽ ആ താബിയെ ആയിട്ടുള്ള ഷെയ്ഖ് ഏതെങ്കിലും മജ്ലിസിലെ ഹദീസ് പറഞ്ഞു കൊടുക്കും. ആ ഹദീസ് പറഞ്ഞു കൊടുക്കുന്നത് ആ സദസ്സിലെ ആളുകൾ കേൾക്കും. അത് എഴുതിയെടുക്കുക അല്ലെങ്കിൽ കേൾക്കുക എന്നുള്ളത്, ഈ ഹദീസ് ഈ ഷെയ്ഖിൽ നിന്ന് ഉദ്ധരിക്കാൻ ആർക്ക് അനുവാദം കിട്ടി? ആ വ്യക്തിക്ക് പിന്നെ ഉദ്ധരിക്കാം. അത് ഒരു തരം, അല്ലെങ്കിൽ കേൾക്കാതെ എഴുതി കൊടുത്ത് വായിച്ചു കൊടുത്തിട്ടോ അങ്ങനെ പല രീതിയിലുണ്ട്. എന്തായാലും ഹദീസിന്റെ റാവിയായി മാറാം. അപ്പൊ ഓരോ ഷെയ്ഖുമാരിൽ നിന്ന് ഹദീസ് കേൾക്കാൻ വേണ്ടി മാറി മാറി ഞങ്ങൾ പോകാറുണ്ട്. വബില്ലൈൽ അന്നസ്ഖ് വൽ മുഖാബല, രാത്രി ആയി കഴിഞ്ഞാൽ ആ കേട്ട ഹദീസുകൾ എഴുതുന്നതിലും അത് എഴുതി വെക്കുന്നതിലും അതിനെക്കുറിച്ച് പഠിക്കുന്നതിലും ഒക്കെ ചെയ്യുന്നതിലും തിരക്കിലായിരിക്കും. അങ്ങനെ അദ്ദേഹം പറയാണ്, വതൈന യൗമൻ വഅന റഫീഖുൻ ലി ഷെയ്ഖൻ, അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഒരു ഷെയ്ഖിന് ദർസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഹദീസ് ഉദ്ധരിക്കുന്നിട്ട് അവിടെ പോയി. അവിടെ പോയ സമയത്ത് പറഞ്ഞു ഷെയ്ഖിന് എന്തോ അസുഖമാണ്, വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഒഴിവായല്ലോ. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങൾ വഴിയിൽ ഒരു മത്സ്യം കണ്ടു. അത് പിന്നെ ഒന്ന് വേഗം തീരാൻ വേണ്ടി പ്രധാന ഭാഗങ്ങൾ മാത്രം വായിക്കുകയാണ്, എല്ലാ ഭാഗങ്ങളും വായിച്ചാൽ കുറച്ച് തോന്നുന്നുണ്ട്. ഞങ്ങളൊരു മത്സ്യത്തെ കണ്ടു പാകം ചെയ്യാൻ. ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടമായി. ഫസ്റ്റ് റൈനഹ, ഞങ്ങളത് വാങ്ങി, അത് പാകം ചെയ്യാൻ വാങ്ങി. അങ്ങനെ ഞങ്ങൾ അതുമായിട്ട് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയപ്പോ വീട്ടിലെത്തിയപ്പോഴത്തേനും വേറെ മജ്ലിസിന്റെ കാര്യം അറിഞ്ഞു, വേറെ മജ്ലിസ് ഉണ്ട് എന്ന് അറിഞ്ഞു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ ഞങ്ങൾക്ക് അത് പാകം ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ദർസ് അല്ലെങ്കിൽ ഇൽമിന്റെ കാര്യങ്ങൾ തിരക്കിലായിട്ട് 3 ദിവസം ആ മത്സ്യം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, പാകം ചെയ്യാൻ പറ്റിയില്ല. വക്കാതെ അയ്യത്തകയ്യറ, അപ്പൊ അത് കേടൊന്നു പോകുന്നതായി. 3 ദിവസം നിൽപ്പത്തിൽ അതിന് കേടൊന്നു പോകും, ഞാൻ നിൽക്കൂല എന്ന് ഞങ്ങൾക്ക് അതിന്റെ മാറ്റം വരുന്ന രീതിയിൽ തുടങ്ങിയപ്പോ ഞങ്ങൾ പച്ചക്കന്നെ ഞങ്ങളത് ഭക്ഷിച്ചു. ഞങ്ങൾക്കത് ആരെങ്കിലും കൊടുത്ത് വേവിക്കാനോ അല്ലെങ്കിൽ സ്വയം വേവിക്കാനുള്ള സമയം ഈ ദർസിന്റെ ഇടയിൽ ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. ഞങ്ങളത് അങ്ങനെ തന്നെ ഭക്ഷിച്ചു. എന്നിട്ട് അവർ പറഞ്ഞ വാക്കാണ്,
അബ്ദുറഹ്മാൻ ബിൻ അബി ഹാത്തിം പറഞ്ഞു, ലാ യുസ്തതാഉൽ ഇൽമു ബിറാഹത്തിൽ ജസദ്, ശരീരത്തിന് റാഹത്ത് കൊടുത്തുകൊണ്ട് ഇൽമ് നേടാൻ സാധിക്കൂല, ശരീരത്തിന് റാഹത്ത് നൽകിക്കൊണ്ട് ഇൽമ് നേടാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം ശുഅബയെ പറ്റി പറയുന്നുണ്ട്. ശുഅബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹദീസിന്റെ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്നറിയപ്പെടുന്ന ഹദീസിന്റെ വിഷയത്തിൽ ഇത്ഖാനുള്ള മുത്ഖിനായിട്ടുള്ള പണ്ഡിതനാണ്. അഥവാ ഹദീസിന്റെ ഭാഷയിലാണ് യഥാർത്ഥത്തിൽ അൽ ഹാഫിൽ അൽ മുത്ഖിൻ എന്നീ പദങ്ങൾ ഉപയോഗിക്കുക. ഹദീസിൽ ഒരുപാട് ഹിഫ്ദുള്ള, ഹദീസിന്റെ വളരെ സബ്റ്റിലായിട്ടുള്ള വളരെ ചെറിയ ന്യൂനതകൾ, ഇലലുകൾ എന്ന് പറയും, അതുവരെ മനസ്സിലാകുന്നത്. ചില ബാഹ്യമായി നോക്കിയാൽ സനദൊക്കെ സഹിയായിരിക്കും, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതിന്റെ പല റിവായത്തുകളെ കുറിച്ച് അറിയുന്ന, അതിൽ ഇന്ന പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഇന്ന കുഴപ്പമുണ്ട് എന്ന് വളരെ മൈന്യൂട്ടായിട്ടുള്ള കുറവുകൾ അറിയുന്ന ആളുകളാണ് മുത്തഖീനായിട്ടുള്ള ഹാഫിളൊക്കെ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളാണ് ശുഅബ എന്നുള്ളത്. അദ്ദേഹം താബീങ്ങളിൽ നിന്ന് ഹകം ബിൻ ഉതൈബ പോലെയുള്ളവരിൽ നിന്ന് ഉദ്ധരിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ഇബ്നു മുബാറക് പോലെയുള്ളവർ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട് ശുഅബ. അപ്പൊ ഇമാം അഹ്മദ് ശുഅബയെ പറ്റി പറയുന്ന ഒരു വാക്ക് കാണാം. അഖാമ ശുഅബ അലൽ ഹകം ബിൻ ഉതൈമ 18 ശഹ്റൻ, 18 മാസം ഹകം ബിൻ ഉതൈബ താബിഇയാണ്, അദ്ദേഹത്തിന്റെ അടുക്കൽ ശുഅബ വന്ന് നിന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഹദീസുകൾ കേൾക്കാൻ വേണ്ടിയിട്ട്, ഹദീസ് പഠിക്കാൻ വേണ്ടിയിട്ട്. തന്റെ വീട് അന്ന് പിന്നെ ഈന്തപ്പന വണ്ടിയുടെ തടിയിലൊക്കെ ഓല കെട്ടിയിട്ടുണ്ടാക്കുക. അവസാനം ഓരോന്നെടുത്ത് വിറ്റിട്ട് പഠിക്കാൻ വേണ്ടി അവിടെ ചെലവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ വീടിന്റെ ആ തൂണ് വരെ വിൽക്കുന്ന വരെ അദ്ദേഹം നിന്നിട്ടുണ്ട്. വേറെ റിവായത്തിൽ ഇബ്നു ഉയൈന പറയുന്നുണ്ട്, ഉമ്മാക്കുണ്ടായിരുന്ന ഒരു പാത്രം, വെള്ളം കൈ കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന പാത്രം, ആ പാത്രം വരെ അദ്ദേഹം 7 ദിനാറിന് വിറ്റിട്ടുണ്ട്, ഇൽമ് നേടാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, അതിന് സമയം മുഴുകാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ ഇങ്ങനെ സലഫുകൾ അവർക്ക് ആ ഒരു ഇൽമ് പഠിക്കാൻ വേണ്ടി അത്രയധികം ത്യാഗം സഹിച്ചിട്ടുണ്ട്. അബൂ ഹാത്തിമിന്റെ തന്നെ മറ്റൊരു സംഭവം മകൻ ഉദ്ധരിക്കുന്നുണ്ട്. അബൂ ഹാത്തിം പറഞ്ഞത്, 1-2 ദിവസം പട്ടിണി കടന്ന് 3-ാമത്തെ ദിവസം ഇൽമ് നേടാൻ പോകാൻ വേണ്ടിയിട്ട് ആരോഗ്യമില്ലാതെ തന്റെ കൂട്ടുകാരൻ 1/2 ദിനാറ് തന്നതിന്റെ പേരിൽ അതിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഇൽമ് നേടാൻ പോയ സംഭവം കാണാം. മറ്റൊരു റാവികളിൽപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ അസ്സാഗിർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം റാവിമാരിൽപ്പെട്ട ആളാണ്. ഹിജ്റ 276 അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം പറയാണ്, കുൻതു ഫി ഇഹ്ദാ സഫറാത്തി ബി ബഗ്ദാദ്, ഞാൻ ഒരു ദിവസം, അദ്ദേഹം കുട്ടിയായിരിക്കുമ്പോൾ ബഗ്ദാദിൽ പോയ സമയത്ത്, ഫമറ ബിനാ അഹ്മദ് ബിൻ ഹംബൽ വഹുവ യഅദു, ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ ഒപ്പാണ്, അഹ്മദ് ബിൻ ഹംബൽ ഓടിപ്പോകുന്നുണ്ട്, ബഗ്ദാദിലാണ്, ഓടിപ്പോകുന്നുണ്ട്, വേറെ കുറച്ച് പ്രായം കുറഞ്ഞ ആളുകളുടെ ഒപ്പം. അഹ്മദ് ഹംബൽ ഓടുമ്പോ വേഗത്തിൽ ഓടാൻ വേണ്ടി ചെരുപ്പ് കൈ പിടിച്ചിട്ടാണ് ഓടുന്നത്. അപ്പോ ഇദ്ദേഹത്തിന്റെ ഉപ്പ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അസ്സാഖിന്റെ ഉപ്പ ഇസ്മായിൽ ഇസ്സാഖ് അഹ്മദ് ഹംബലിനെ വസ്ത്രം കൂട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫഖാല യാ അബാ അബ്ദുല്ലാ അലാ തസ്തഹി, അബു അബ്ദുല്ല അഹ്മദ് ഹംബലിനെ വിളിച്ച് പറയാ, നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഇലാ മത്താ തഅദൂ മഅ ഹൗലാഇ സിബിയാൻ, ഈ ചെറിയ കുട്ടികളോടൊപ്പം, അദ്ദേഹത്തിനാരും പ്രായം കുറഞ്ഞ ആളുകളുടെ ഒപ്പം എത്ര നിങ്ങൾ ഇങ്ങനെ ഓടുക? അഥവാ ഒരു ഹദീസ് ഉണ്ട്, ഇൽമുണ്ട് എന്ന് അറിഞ്ഞിട്ട് നേടാൻ വേണ്ടി പോവാണ്. അപ്പൊ എത്ര നിങ്ങൾ ഓടുക? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇലൽ മൗത്ത്, മരണം വരെ ഞാൻ ഈ ഓടുന്നു പറഞ്ഞു, മരണം വരെ ഞാൻ ഓടുന്നു പറഞ്ഞു. കാരണം ആ ഇൽമു പഠിക്കാൻ വേണ്ടി, അത് നേടാൻ വേണ്ടി ഞാൻ അങ്ങനെ പോകും എന്നുള്ളത് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഇമാം ബുഖാരിയെ സംബന്ധിച്ച് ബിദായ വ നിഹായയിൽ ഇബ്നു കസീർ കൊടുക്കുന്ന ഒരു സംഭവം കാണാം. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹം രാത്രി ഉറങ്ങാൻ കിടക്കും. ഉറങ്ങാൻ കിടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് എഴുന്നേൽക്കും. അദ്ദേഹത്തിന്റെ പെട്ടെന്ന് ഓർമ്മയിൽ വന്നിട്ടുള്ള എന്തെങ്കിലും ദീനിയായിട്ടുള്ള കാര്യം അത് എഴുതാൻ വേണ്ടി വിളക്കും കത്തിച്ച് അത് എഴുതും. പിന്നെ വിളക്ക് എടുത്തിട്ട് വീണ്ടും ഉറങ്ങും, പിന്നെ എഴുന്നേൽക്കും, പിന്നെ അത് എഴുതി വെക്കും. അങ്ങനെ 20ഓളം തവണ രാത്രികളിൽ എഴുന്നേറ്റ് ഇൽമ് എഴുതാറുണ്ടായിരുന്നു ഇമാം ബുഖാരി. ഹദീസുകളും മറ്റും എഴുതി വെക്കാറുണ്ടായിരുന്നു എന്ന് ഇബ്നു കസീർ ബിദായ വ നിഹായയിൽ പറയുന്നുണ്ട്. സലഫുകളിൽപ്പെട്ട റായിമാരിൽപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് യഹ്യ ബിൻ സഈദ് അൽ ഖത്താൻ. അദ്ദേഹം ഇമാമുൽ ജർഹ് വ തഅദീൽ എന്നറിയപ്പെടുന്ന പണ്ഡിതനാണ്. ഹിജ്റ 198 അദ്ദേഹം വഫാത്താകുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെയും യഹ്യ ബിൻ മുഈന്റെയും എല്ലാം ഉസ്താദാണ് യഹ്യ ബിൻ സഈദ് അൽ ഖത്താൻ എന്ന് പറയുന്നത്. അദ്ദേഹം പറയാണ്, കുൻതു അഖ്റുജു മിനൽ ബൈത്തി ഖബ്ല അൽ ഗദാത്ത് ഫലാ അർജിഉ ഇലൽ അത്മ, പ്രഭാതത്തിന് മുമ്പേ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടും, ഇശാ കഴിഞ്ഞിട്ടേ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അന്നത്തെ ആ ഒരു സിനാരിയോ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അന്ന് നമുക്ക് ഇല്ല, ഇൽമു ക്രോഡീകരിക്കപ്പെട്ട അവസ്ഥയിലില്ല. ഹദീസുകൾ കിട്ടണം, ഒരു കാര്യം അറിയണമെങ്കിൽ ഹദീസ് കിട്ടണം.
ഇപ്പൊ നിസ്കാരത്തിൽ ഇന്നത് ചെയ്യാൻ പറ്റൂ, ഇന്നത് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ ഇന്നതാണ് ഞാൻ ചെയ്യേണ്ടത്, അള്ളാഹുവിനെ കുറിച്ച് ഇന്നതാണ് വിശ്വസിക്കേണ്ടത്, ഇന്ന വിശ്വാസമുണ്ട്, അത് ഒരു പുതിയ ഇൽമാണ് അവിടെ. അത് അയാൾക്ക് ആദ്യമായി കേൾക്കുകയായിരിക്കും ആ ഹദീസ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചു പോവുകയാണ്. നമുക്കത് നമ്മുടെ കയ്യിന്റെ ഉള്ളിൽ കിട്ടിയിട്ട് പോലും നമുക്കത് വായിക്കാനോ അത് അറിയാനോ അത് കേൾക്കാനോ അത് പഠിക്കാനോ നമുക്ക് സമയമില്ല എങ്കിൽ നമ്മൾ ആലോചിച്ച് വെക്കും, അവരുടെ ത്യാഗം എത്ര വലുതാ ആലോചിച്ച് വെക്കും. അവർക്കത് ലഭിച്ചിട്ടില്ല, കേട്ടിട്ടില്ല, അതുകൊണ്ട് കേൾക്കാനുള്ള ആഗ്രഹം. ഇന്ന് കേൾക്കാനുള്ള എല്ലാ സൗകര്യവും അറിയാനുള്ള എല്ലാ സൗകര്യവും നമുക്കുണ്ട്. പക്ഷെ നമുക്ക് എത്രത്തോളം താല്പര്യം നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇബ്നു ശിഹാബ് അസ്-സുഹ്രി റഹിമഹുല്ലാ, അദ്ദേഹം ഹിജാസിന്റെയും ഷാമിന്റെയും ആലിമായി അറിയപ്പെടുന്ന സഹാബികളിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള താബിയാണ്. അനസ് ബിൻ മാലിക്കിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്, സഈദ് ബിൻ മുസയ്യിബിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു ശിഹാബ് അസ്-സുഹ്രിയിൽ നിന്ന് ഇമാം മാലിക്കും സുഫ്യാൻ അസ്-സൗരിയും ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഹിജറ 124 അദ്ദേഹം വഫാത്താകുന്നത്. അദ്ദേഹം പറയാണ്, മക്കസ്തു 45 സന അഖ്തലിഫു ബൈന അശ്ശാം വൽ ഹിജാസ് ഫമാ വജദ്തു ഹദീസൻ അസ്തസ്രിഫുഹു. ഞാൻ ഈ ഷാമിന്റെയും ഹിജാസിന്റെയും ഇടയിൽ 40ഓളം വർഷം ഞാൻ അവിടെ ജീവിച്ചിട്ടുണ്ട്. ഒരു ഹദീസും ഞാൻ രേഖപ്പെടുത്തി എഴുതി വെക്കാതെ, കേട്ടിട്ട് പഠിച്ചു വെക്കാതെ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയാണ്. അത് അത്രത്തോളം ഞാൻ പഠിച്ചിരുന്നു. അതുപോലെ തന്നെ ഉബൈദ് ഇബ്നു യഈഷ് റഹിമഹുല്ലാ, അദ്ദേഹം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഉസ്താദാണ്. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഉസ്താദാണ്. അദ്ദേഹം പറയാണ്, അഖംതു 30 സനതൻ മാ അക്കൽതു ബിയദി. ഞാൻ 30 വർഷത്തോളം ഞാൻ ഓരോ ഇൽമു പഠിക്കുന്ന കാര്യത്തിൽ മുഴുകിയിട്ട് രാത്രികളിൽ എന്റെ കൈകൊണ്ട് ഞാൻ ഭക്ഷിച്ചിട്ടില്ല. യഅനി ബില്ലൈൽ കാനത് ഉഖ്തി തുൽഖിമുനി വഅന അക്തുബ്. എന്റെ സഹോദരി ഞാൻ ഹദീസുകൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വാരി തരികയാണ് ചെയ്യാറുള്ളത്. ഞാൻ ആ സമയം പോലും ഞാൻ നഷ്ടപ്പെടുത്തിയിരുന്നില്ല. സൽഫുകൾ ചിലരെ കാണാം, അവര് ഖുബ്സ് കഴിക്കുമ്പോൾ അവർ ഖുബ്സ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ മുക്കി വെക്കും. വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അതിനുശേഷം കഴിക്കുകയുള്ളൂ. അപ്പോ എന്താ കാരണം ചോദിച്ചാൽ പറയുന്നത് അറിയോ? അത് ചമച്ച് ഞാൻ കഴിക്കുന്ന നേരവും അല്ലാതെ അത് കൊന്ന് അലിഞ്ഞിട്ട് നേരെ വേഗം കഴിക്കുന്നതും തമ്മിൽ 40 ഹദീസുകളോ അല്ലെങ്കിൽ 40 ആയത്തുകളോ എനിക്ക് പാരായണം ചെയ്യാനുള്ള സമയം കിട്ടും. അത്രത്തോളം അവർ ഇൽമിന് വേണ്ടി അവർ പരിശ്രമിച്ചിരുന്നു എന്നുള്ളത്. മറ്റ് ഒരു റാവി സലഫുകളിൽപ്പെട്ട അബൂ ജഅഫർ ബിൻ നുഫൈൽ, ഇത് നേരത്തെ വായിച്ചതൊക്കെ അൽ ജാമിഉ ലി അഖ്ലാഖിർ റാവി ആദാബിസ് സാമി എന്ന ഖതീബ് അൽ ബഗ്ദാദിയുടെ കിതാബിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്. അബൂ ജഅഫർ ബിൻ നുഫൈൽ അൻ-നുഫൈലി എന്ന് അറിയപ്പെടുന്നവർ. ഈ പേരുകളൊക്കെ ഭാവിയിൽ ഹദീസിന്റെ റാവിമാരെ പഠിക്കുമ്പോഴോ വായിക്കുമ്പോഴൊക്കെ നിങ്ങൾ കേൾക്കും. നുഫൈലി എന്നറിയപ്പെടുന്ന പണ്ഡിതനാണ്. അദ്ദേഹം പറയുകയാണ്, ഖദിമ അലൈന അഹ്മദ് ബിൻ ഹംബൽ വ യഹ്യ ബിൻ മുഈൻ. അദ്ദേഹം ഈ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ്. അബൂ ജഅഫർ ബിൻ നുഫൈൽ ഹിജ്റ 234 അദ്ദേഹം വഫാത്താകുന്നത്. അദ്ദേഹം അഹ്മദ് ഹംബലും അതുപോലെ തന്നെ യഹ്യ ബിൻ മുഈനും ഒക്കെ ജീവിച്ചിരുന്നത്. അപ്പോൾ ഒരു ദിവസം അഹ്മദ് ബിൻ ഹംബലും യഹ്യ ബിൻ മുഈനും കൂടിയിട്ട് അബൂ ജഅഫർ നുഫൈലിനെ കാണാനിടയായി. ഫസഅലനി യഹ്യ വഹുവ യുആനിഖുനി. അപ്പോൾ കണ്ട സന്തോഷത്തിൽ യഹ്യ ബിൻ മുഈൻ ഈ അബൂ ജഅഫർ ബിൻ നുഫൈലിയെ കെട്ടിപ്പിടിച്ചു സന്തോഷത്തിൽ. ആ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യഹ്യ ബിൻ മുഈൻ ചോദിച്ചു, ഫഖാല യാ അബൂ ജഅഫർ ഖറഅത അലാ മിഅഖൽ ബിൻ ഉബൈദില്ല അൻ അത്തായിൽ നിന്ന് മിഅഖൽ ബിൻ ഉബൈദില്ല കേട്ട ഹദീസ് നിങ്ങൾ ആ മിഅഖൽ ഉബൈദില്ലക്ക് വായിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ പറഞ്ഞത് കേട്ടിട്ട് ഹദീസ് ഉദ്ധരിക്കാം, ഒരു ഹദീസ് ഇങ്ങോട്ട് വായിച്ചു തന്നിട്ട് ഷെയ്ഖിന്ന് ഉദ്ധരിക്കാം. ഷെയ്ഖ് അങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഒരു ഹദീസ് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. അത് ഈ ഷെയ്ഖിന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ഈ ഷെയ്ഖിന്ന് കേട്ടതായിട്ട് ഇയാൾക്ക് എന്ത് ചെയ്യാം, ഉദ്ധരിക്കാം, ഇത്തിസാൽ സനദ് വരും. അപ്പോ നിങ്ങൾ ഇങ്ങനെ വായിച്ചു കൊടുത്തിട്ട് ഞാൻ അറിഞ്ഞല്ലോ. എന്തിനെ പറ്റിയിട്ടാണ് അറിയോ? അദ്നാ വഖ്തിൽ ഹായിദ് യൗമുൻ. ഒരു ഹൈലുകാരിയുടെ ഏറ്റവും കുറഞ്ഞ ദിവസം അതൊരു ദിവസമാണ് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു ഹദീസ് നിങ്ങൾ വായിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ എന്ന്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരു ഹൈലുകാരിയുടെ, കാരണം ആ ഹൈലുകാരിയുടെ നിസ്കാരം അതുപോലെ ഇബാദത്തുകൾ അതിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഹൈലുകാരിയുടെ ദിവസം എത്ര ദിവസം വരും, അത് ഫിഖ്ഹിന്റെ മസായിലുകൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. അത് വലിയൊരു ചർച്ചയാണ്. ചില പണ്ഡിതന്മാർ ഫത്വ പറയാൻ പേടിക്കുന്ന ഒരു കാര്യമാണ്. അത് എത്ര ദിവസം വരെ പറ്റൂല, പറയാൻ പേടിച്ചിട്ട് ചില പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഞാൻ ഫത്വ കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും സൂക്ഷ്മത കാണിക്കുന്ന ഒരു കാര്യമാണ്. ചോദിച്ചു, അത് ഒരു ദിവസമാണ് എന്നുള്ള ബന്ധപ്പെട്ട് എന്തോ ഒരു ഹദീസ് നിങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ എന്ന്. ഫഖാല ലഹു, അപ്പോൾ അഹ്മദ് ഹംബൽ ഒപ്പുണ്ട്. അബൂ അബ്ദുല്ലാ യഅനി അഹ്മദ് ഹംബൽ ലൗ ജലസ്ത. അഹ്മദ് ഹംബലിനോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഇരിക്കണം. അഹ്മദ് ഹംബൽ യഹ്യ ബിൻ മുഈനും ഒപ്പുണ്ട്. അപ്പോൾ യഹ്യ ബിൻ മുഈൻ പറയാണ്, നിങ്ങളൊന്ന് അവിടെ ഇരിക്കണം, കുറച്ച് വെയിറ്റ് ചെയ്യണം. ഖാല, എന്നിട്ട് പറഞ്ഞു, അക്റഹു അൻ യമൂത ഔ യുഫാരിഖ അദ്ദുനിയ ഖബ്ല അൻ അസ്മഅ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ ആ കാര്യം കേൾക്കുന്നതിന് മുമ്പെങ്ങാനും
ഈ അബൂ ജഅഫർ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ കാണാൻ പറ്റാതെ പോവുകയോ ചെയ്താൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യഹ്യ ഇബ്നു മുഈൻ അവിടെ ഇരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് വളരെ ചെറിയതായി നിസ്സാരമായി നമുക്ക് തോന്നുന്ന ഒരു ഇൽമിന് വേണ്ടി പോലും എത്രത്തോളം താല്പര്യമാണ് അവർക്ക് കാണിച്ചിട്ടുള്ളത്. യഹ്യ ഇബ്നു മുഈൻ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഒക്കെ ഉസ്താദാണ്. അവരിൽ നിന്നൊക്കെ അവരൊക്കെ യഹ്യ ഇബ്നു മുഈൻ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, അബൂദാവൂദ് ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റൊരു സലഫുകളിൽപ്പെട്ട റാവികളിൽപ്പെട്ട അലി ഇബ്നുൽ ഹസൻ ഇബ്നു ഷഖീഖ്, അദ്ദേഹത്തെ അറിയപ്പെടാറന്നെ റഫീഖ് ഇബ്നുൽ മുബാറക്. ഇബ്നു മുബാറക് റഹിമഹുള്ളയുടെ വളരെ അടുത്തിട്ടുള്ള ഇബ്നു മുബാറക് റഹിമഹുള്ളയുടെ കിതാബുകളിൽ ഏറ്റവും ഹിഫ്ദുള്ള ഏറ്റവും കഴിവുള്ള ഇബ്നു മുബാറക്കിന്റെ ഏറ്റവും വലിയ ശിഷ്യനാണ് അലി ഇബ്നു ഹസൻ ഇബ്നു ഷഖീഖ് എന്ന് പറയുന്നത്. അദ്ദേഹം പറയാണ്, കുൻതു മഅ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് ഫിൽ മസ്ജിദ് ഫി ലൈലത്തിൻ ശത്വിയ്യത്തിൻ ബാരിദത്തിൻ. ഞാൻ ഒരു ദിവസം ഞാനും അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്കും ഒരു മസ്ജിദിലായിരുന്നു. നല്ല തണുപ്പുള്ള രാത്രിയാണ്. അബ്ദുല്ലാഹ് മുബാറക്കിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ് അലി ഇബ്നു ഹുസൈൻ ഇബ്നു ഷഖീഖ്. فقمنا لنخرج فلما كان عند باب المسجد ذاكرني بحديث أو ذاكرته بحديث. അങ്ങനെ ഞങ്ങൾ പോവാൻ നിൽക്കുന്ന സമയത്ത് മസ്ജിദിന്റെ കവാടത്തിന്റെ അവിടെ എത്തിയപ്പോൾ ഇബ്നു മുബാറക് ഇങ്ങോട്ടോ ഞാൻ അങ്ങോട്ടോ ഒരു ഹദീസിനെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ ഹദീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തുകൊണ്ടേയിരുന്നു. ഹത്താ ജാഅ അൽ മുഅദ്ദിനു ഫഅദ്ദന ലിസലാത്തി സുബ്ഹ്. ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് പിന്നെ ഫജ്ർ ബാങ്ക് കൊടുക്കാൻ വേണ്ടി മുഅദ്ദിൻ വരുന്നവരെ ഞങ്ങൾ ആ ചർച്ച തുറന്നുകൊണ്ടേയിരുന്നു എന്ന് അദ്ദേഹം പറയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, ഇൽമിന്റെ വിഷയങ്ങളിൽ ചർച്ച ചെയ്ത് പഠിച്ചുകൊണ്ട് എത്രത്തോളം മുഴുകി നിന്ന ആളുകളാണ് അവർ എന്നുള്ളത്. ഇബ്നു മുബാറക് റഹിമഹുള്ളയുടെ വളരെയധികം റഫീഖ് ഇബ്നു മുബാറക് എന്നറിയപ്പെടുന്ന ആളാണ് അലി ഇബ്നു ഹസൻ ഇബ്നു ഷഖീഖ്. അദ്ദേഹം ഹിജ്റ 215 വഫാത്താകുന്നത്. ഇബ്നു മുബാറക് റഹിമഹുള്ള വഫാത്താകുന്നത് ഹിജ്റ 181. മറ്റൊന്ന് ഇൽമിനോടുള്ള താല്പര്യം, പുതിയൊരു അറിവ് ലഭിച്ചാൽ പഠിക്കേണ്ടതിന്റെ താല്പര്യം പറയുന്ന മറ്റൊരു സംഭവമാണ് അബൂ ജഅഫർ ഇബ്നു ജരീർ അത്തൊബരി. നമ്മൾ കേട്ടിട്ടുണ്ടാവും, തഫ്സീർ അത്തൊബരി അറിയപ്പെട്ട കാര്യമാണ്. അദ്ദേഹം പറയാണ്, ലമ്മ ദഖൽതു മിസ്ര ലം യബ്ഖ അഹദുൻ മിൻ അഹ്ലിൽ ഇൽമി ഇല്ലാ ലഖിയനി വഇംതഹനനി ഫിൽ ഇൽമി അല്ലദീ യതഹഖഖു ബിഹി. ഞാൻ മിസ്റിൽ വന്ന സമയത്ത് ഓരോ ആളുകളും അവർക്ക് പ്രാവീണ്യമുള്ള ഇൽമുള്ള ആളുകൾ, ചില ആളുകൾക്ക് നഹ്വിലായിരിക്കും, ചില ആളുകൾക്ക് ഫിഖ്ഹിലായിരിക്കും, ചില ആളുകൾക്ക് ഖുർആനിലായിരിക്കും, ചില ആൾക്ക് ഹദീസിലായിരിക്കും. അങ്ങനെ അവർക്ക് പ്രാവീണ്യമുള്ള ഇൽമുള്ള ആളുകൾ എന്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ഓരോ ചോദ്യം ചോദിക്കാൻ തുടങ്ങി, എനിക്ക് അതിൽ അറിവുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പലരും വന്നു. ഫജാഅനി യൗമൻ റജുലുൻ, അങ്ങനെ ഒരാൾ എന്റെ അടുക്കലേക്ക് വന്നു. ഫസഅലനി അൻ ശൈഇൻ മിനൽ അറൂബ്, അറൂബിനെ സംബന്ധിച്ച് എന്നോട് ചോദിച്ചു. അറൂബ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയോ? അറൂബ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലെ ഇൽമിന്റെ ഫന്നിൽ ഒരു ഫന്നാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ കവിതയുമായി ബന്ധപ്പെട്ട്, കവിതകൾ എഴുതുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഷയിലെ ചില പ്രത്യേക നിയമങ്ങളുണ്ട്. അതിൽ ബന്ധപ്പെട്ട് അറിയപ്പെട്ടൊരു കിതാബുണ്ട്, ഖലീൽ ഇബ്നു അഹ്മദിനെ അറൂബ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന്റെ കിതാബാണ് അതിൽ ഏറ്റവും അറിയപ്പെട്ടത്. അതിനേക്കാൾ പുറത്തേക്ക് അതിനെ വേറെ കിതാബുകൾ എഴുതിയിട്ടുണ്ടെങ്കിലും അതിലുള്ളതിനേക്കാൾ പുതുതായിട്ടൊരു കാര്യം ആ ഒരു ഫന്നിൽ എഴുതപ്പെട്ടിട്ടില്ല. അദ്ദേഹം ആ കിതാബ് എഴുതി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു എന്നാണ്. മറ്റൊരാൾക്കും വിശാലതയേകാത്ത വിധത്തിൽ ഒരു ഇൽമ എനിക്ക് നൽകണമേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി ചോദിച്ചു. അങ്ങനെ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഈ ഇമാം തൊബരിക്ക് അതറിയില്ല, അറൂബ് പഠിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, ഞാൻ അതിനെപ്പറ്റി ഇപ്പൊ പറയുന്നില്ല എന്ന നിലക്ക് പറഞ്ഞു. فإذا كان في غد فسر إلي وطلبت من صديق إلي كتاب. അങ്ങനെ പിറ്റേന്നായപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്തു, അവൻ വരുന്നതിന് മുമ്പ് തന്നെ അറൂബിന്റെ ഈ കിതാബ് അന്വേഷിച്ച് പിടിക്കുകയും അതിന്റെ കൂട്ടുകാരെ എനിക്ക് കൊണ്ടുവരികയും ചെയ്തു. ഫനളർതു ഫീഹി ലൈലതി, ആ രാത്രി തന്നെ ഞാൻ ആ കിതാബ് ഫുള്ള് വായിച്ച് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഫഅംസൈതു ഗൈറ അറൂബി വഅസ്ബഹതു അറൂബിയൻ, ഇന്നലെ അറൂബിൽ ഒരു അറിവില്ലാത്ത ആളായിരുന്നു ഞാൻ, പക്ഷേ പിറ്റേന്നായപ്പോഴേക്കും ഞാൻ ഒരു അറൂബിയായിട്ട്, അറൂബയിൽ കഴിവുള്ള ആളായിട്ട് ഞാൻ മാറുകയുണ്ടായി. അഥവാ പുതിയൊരു ഇൽമ് കേട്ട് കഴിഞ്ഞാൽ തനിക്കറിയാത്തൊരു കാര്യമുണ്ട് എന്ന് അറിഞ്ഞാൽ പഠിക്കാൻ അവർ കാണിച്ചിരുന്ന താല്പര്യം അത്ര വലുതായിരുന്നു. ശുഅബ ഇബ്നുൽ ഹജ്ജാജ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇമാം ശുഅബ, അദ്ദേഹത്തിന്റെ അറിയപ്പെട്ട ഒരു വാക്ക് കാണാം, ഇദാ റഅയ്തൽ മിഹ്ബറത ഫീ ബൈതി ഇൻസാനിൻ, നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിൽ മഷിക്കുപ്പി കണ്ടു കഴിഞ്ഞാൽ, അന്ന് മഷിക്കുപ്പി എന്ന് പറഞ്ഞാൽ ഹദീസ് എഴുതുന്ന ആളുകളുടെ ഒരു അടയാളമായിരുന്നു. വസ്ത്രത്തില് മഷിയുടെ അടയാളം ഉണ്ടാവുക, അതുപോലെ തന്നെ കയ്യിൽ മഷിയുടെ അടയാളം ഉണ്ടാവുക എന്നുള്ളതൊക്കെ അന്നൊരു ഫഖറായിരുന്നു. കാരണം ഹദീസ് എഴുതുന്നവർ അടയാളങ്ങളായിരുന്നു. അപ്പൊ ആരുടെയെങ്കിലും വീട്ടിൽ മഷിക്കുപ്പി കണ്ടു കഴിഞ്ഞാൽ ഫർഹംഹു, അവനോട് നിങ്ങൾ കാരുണ്യം കാണിക്കണം. വഇൻ കാന ഫീ കുമ്മിക ഷൈഉൻ, നിങ്ങളുടെ പോക്കറ്റിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഫഅതിംഹു, അവനെ ഭക്ഷിപ്പിക്കണം എന്ന് ശുഅബ പറഞ്ഞത് കാണാം. അദ്ദേഹത്തിന് തന്നെ വേറെ വാക്കുകളുണ്ട്, ആരെങ്കിലും ഹദീസ് തേടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അഫ്ലസ, അവൻ ദരിദ്രനായി തീരും.
കാരണം അതിൽ മുഴുകിക്കൊണ്ട് അവന്റെ സമയം അതിൽ മുഴുകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ അവരുടെ സമ്പത്ത് അവർ ഈ ഇൽമിന് വേണ്ടി എങ്ങനെയും ചെലവാക്കാറുണ്ടായിരുന്നു. എങ്ങനെ അവർ ചെലവാക്കാറുണ്ടായിരുന്നു അത് സംഭവം കാണാം. അബൂ ഹിലാൽ അൽ അസ്കരി അദ്ദേഹം ഹദീസിന്റെ വിഷയത്തിലല്ല ഭാഷയിൽ കഴിവുള്ള ആളായിരുന്നു. അൽ ഫുറൂഖുൽ ലുഗവി എന്ന് പറഞ്ഞ പേരുള്ള ഒരു കിതാബ്, ഭാഷയിൽ വലിയ പ്രാവീണ്യമുള്ള ആളായിരുന്നു അബൂ ഹിലാൽ അൽ അസ്കരി. അദ്ദേഹം അതിന് മുമ്പ് ജീവിച്ച, അദ്ദേഹത്തിനേക്കാൾ മുമ്പ് ജീവിച്ച സഅലബ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ലുഗവിയാണ്, അദ്ദേഹം കൂഫക്കാരനാണ്, ഭാഷയിൽ വലിയ കഴിവുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സംഭവം അബൂ ഹിലാൽ അൽ അസ്കരി ഉദ്ധരിക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഏത് സമയത്തും അദ്ദേഹം ഇൽമ് നേടാൻ വേണ്ടിയിട്ട് മുഴുകാറുണ്ടായിരുന്നു. ഇൽമ് നേടാൻ വേണ്ടി മുഴുകും. അദ്ദേഹത്തിനെ ഏതെങ്കിലും ഒരു സദസ്സിലേക്ക്, ഭക്ഷണത്തിന്റെ ക്ഷണത്തിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണിക്കുമ്പോൾ തന്നെ പറയും, എനിക്കൊരു മുത്തക്ക് അഥവാ എനിക്കൊന്ന് ചാരി വെക്കാനുള്ള ഒരു സ്ഥലം വേണം, ഒരു ചാരി ഇരിക്കാനുള്ള കുറച്ച് സ്ഥലം കൂടി എനിക്ക് ഒരുക്കി തരണം എന്ന് പറയും. എന്നിട്ട് ആ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സദസ്സിൽ അവിടെ എന്തെങ്കിലും സമയം കിട്ടുമ്പോഴും അദ്ദേഹം കിതാബുകൾ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അദ്ദേഹം വായിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും ഇരിക്കുമായിരുന്നു എന്ന് പറയുന്നത് കാണാം. മറ്റൊരു റാവിയാണ്, താരീഖു ദിമഷ്കിലും സിയർ അലാമുൻ നബലായിലും വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഉമർ ഇബ്നു ഹഫ്സ് അൽ അഷ്ഖർ, അദ്ദേഹം അറിയപ്പെട്ട റാവിയാണ്. ഹിജ്റ 250 അദ്ദേഹം വഫാത്താകുന്നത്. ഇമാം ബുഖാരിയുടെ ശിഷ്യനായിട്ട് വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം പറയാണ്, കുന്ന മഅൽ ബുഖാരി ബിൽ ബസ്റ, ഞങ്ങൾ ഒരു ബസ്റയിലായിരിക്കുന്ന കാലത്ത് ബുഖാരിയുടെ കീഴിൽ ഞങ്ങൾ ഹദീസുകൾ എഴുതാറുണ്ടായിരുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസുകൾ ഞങ്ങൾ എഴുതിയെടുക്കാറുണ്ടായിരുന്നു. ഫഫഖദ്നാഹു അയ്യാമൻ, അങ്ങനെ ചില ദിവസങ്ങളിൽ ഇമാം ബുഖാരിയെ കാണാനില്ല, ഹദീസ് പറഞ്ഞു കൊടുക്കാൻ ഇമാം ബുഖാരി വരുന്നില്ല. അപ്പൊ അങ്ങനെ വരാത്ത സമയം സുമ്മ വജദ്നാഹു ഫി ബൈത്തിൻ വഹുവ ഉരിയാൻ, ഞങ്ങൾ അന്വേഷിച്ചു പോയപ്പോ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് വീട്ടിൽ ഇടാൻ വസ്ത്രമില്ലാതെ വീട്ടിലിരിക്കുകയായിരുന്നു. ഇടാൻ വസ്ത്രമില്ലാതെ. ചില ഇതിൽ കാണാം അദ്ദേഹത്തിന് ഏതോ ഒരു വസ്ത്രം ഉണ്ടായിരുന്നുള്ളൂ, അത് മസ്ജിദിൽ പോകാൻ വേണ്ടിയിട്ടിട്ട് പിന്നെ വേറെ വസ്ത്രം ഉണ്ടായതില്ല, അത് അലക്കിയിടുക അങ്ങനെയൊക്കെ ഉണ്ടായ സമയത്ത് വേറെ വസ്ത്രമില്ലാതെ നഗ്നനായിക്കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാതെ വീട്ടിലിരിക്കുകയായിരുന്നു. വഖദ് നഫദ മാ ഇൻദഹു, ഇമാം ബുഖാരിയുടെ കയ്യിലുള്ള പണമൊക്കെ ചെലവായിരുന്നു, പുതിയ വസ്ത്രം വാങ്ങാനുള്ള പണം ഉണ്ടായിരുന്നില്ല. ഫജമഅനാ ലഹു ദറാഹിം വകസവനാഹു, അപ്പോൾ ശിഷ്യന്മാര് അവർ കുറച്ച് ദിർഹമുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് അദ്ദേഹത്തിന് വസ്ത്രം വാങ്ങി കൊടുക്കുകയുണ്ടായത്. ആലോചിച്ച് നോക്കി, നമുക്ക് എന്തൊരു എളുപ്പ സഹീഹ് ബുഖാരി, ഇമാം ബുഖാരി സഹീഹ് ബുഖാരിയിലുള്ള ഹദീസാണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഹദീസിനെ കുറിച്ച് പിന്നെ സംശയിക്കണ്ട. ഒരു ഹദീസ് നമ്മൾ കേൾക്കുകയാണ്, ബുഖാരിയുടെ ഹദീസാണ്, അതിനെക്കുറിച്ച് പിന്നെ അതിന്റെ സനദ് പരിശോധിക്കേണ്ട ആവശ്യമില്ലാതെ പറയും. കാരണം അത് സനദോടുകൂടി കൊടുത്തിട്ടുള്ളത് സഹിയാണെന്നുള്ളത് ഇജ്മാ, ഉമ്മത്തിന്റെ ഇജ്മാ ഉള്ളതാണ്. ബുഖാരി മുസ്ലിമും ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യപ്രദമായിട്ടുള്ള കിതാബായിട്ട് അറിയപ്പെടുന്ന ആ എഴുതിയ വ്യക്തിയാണ് അന്ന് ഈ ഇൽമ് നേടാനും പഠിപ്പിക്കാനും വേണ്ടി ഈ ത്യാഗം സഹിച്ചിട്ടുള്ളത്. നമ്മൾക്ക് എന്തൊരു സുഖമാണ് നമുക്ക്. അവർ സഹിച്ച ത്യാഗം നമ്മൾ ഇന്ന് ദീനിന്റെ പേരിൽ ആസ്വദിക്കുകയാണ്. ദീനിന്റെ പേരിൽ നമ്മൾ ആസ്വദിക്കുകയാണ്. എത്ര വലിയ മഹത്തരമായ കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. അബ്ദുറഹ്മാൻ ഇബ്നു യൂസുഫ് ബിൻ ഖറാഷ്, ഇതിൽ പല അസറുകളും നമ്മുടെ ബുദ്ധിക്ക് ചിന്തിച്ചാൽ പറ്റാത്ത ചില അസറുകളുണ്ട്. ഞാൻ വേണമെന്ന് വെച്ചുകൊണ്ട് വായിക്കാതെ ഒഴിവാക്കി വിടുകയാണ്. ഇതും അതുപോലെ നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ്. താരീഖ് ബഗ്ദാദിൽ ഖത്തീബ് അൽ ബഗ്ദാദി ഉദ്ധരിച്ചൊരു സംഭവമാണ്. അബ്ദുറഹ്മാൻ ബിൻ യൂസുഫ് ബിൻ ഖറാഷ്, അദ്ദേഹത്തിന്റെ സിഖത്തിൽ ഉലമാക്കൾ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഹദീസിന്റെ ഒരുപാട് ഹദീസുകൾ റാവിയായി വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ സംഭവമാണ്, ശരിബ്തു ബൗലി ഫി ഹാദ ശൻ 5 മർറാത്ത്, ഈ ത്വലബുൽ ഹദീസിന്റെ വിഷയത്തിൽ ഹദീസ് പഠിക്കാൻ വേണ്ടി 5 തവണ ഞാൻ എന്റെ മൂത്രം തന്നെ കുടിച്ചിട്ടുണ്ട്. എന്റെ മൂത്രം തന്നെ ഞാൻ കുടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ റിവായത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഖത്തീബ് അൽ ബഗ്ദാദി പറയുകയാണ്, അഹ്സബുഹു, ഞാൻ വിചാരിക്കുന്നു, ഫഅല ദാലിക്, ഇത് ചെയ്തത്, കാരണം മൂത്രം കുടിക്കാൻ പറ്റൂല, അസ്ലിയായിട്ട് ഹറാമാണ്, കുടിക്കാൻ പറ്റൂല. അന്നേരം ഖത്തീബ് അൽ ബഗ്ദാദി പറയാണ്, ഞാൻ വിചാരിക്കുന്നു, ഫഅല ദാലിക ഫി സഫരി ഇൽതിറാറൻ, യാത്രയിൽ നിർബന്ധിതനായിട്ട് ചെയ്തായിരിക്കും അത്. നിർബന്ധനാണെങ്കിൽ എന്താണ്, ഹറാമായ ഭക്ഷണം അവന്റെ ആവശ്യത്തിന് നടക്കും, അത് പറ്റും. യാത്രയിൽ നിർബന്ധനായിട്ട് ചെയ്തതായിരിക്കും, വെള്ളം കിട്ടാതെ, അല്ലാഹു അലം, അതാണ് ഞാൻ വിചാരിക്കുന്നത്. ഖത്തീബ് അൽ ബഗ്ദാദിയുടെ കിതാബുകളുടെ പ്രത്യേകത അറിയുന്നവർക്കറിയാം. അദ്ദേഹം വളരെ സനദ് കൊടുക്കാതെ ഒരു കാര്യം കൊടുക്കൂല. ഒരു അസർ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സനദ് കൃത്യമായി കൊടുക്കുന്ന ആളാണ് ഖത്തീബ് അൽ ബഗ്ദാദി. അതുപോലെ തന്നെ അദ്ദേഹം ഉസൂൽ ഹദീസിന്റെ മേഖലയിൽ ആദ്യത്തെ കിതാബുകൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഈ സംഭവം കൊടുത്തിട്ട് അദ്ദേഹം, കാരണം അസ്ലിയായിട്ട് തെറ്റായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം ചെയ്തത് ഇതുകൊണ്ടായിരിക്കാം എന്ന് പറയുകയാണ്. ഇനി ഖിറാഅത്തുകളിൽ 10 ഖിറാഅത്തുകളുടെ ഇമാമിയങ്ങളിൽ അതുപോലെ ഒരു ഖിറാഅത്തിന്റെ റാവിയുമായി വന്നിട്ടുള്ള ഖലഫ് ഇബ്നു ഹിഷാം, അദ്ദേഹം പറയുകയാണ്, ഉഷ്കിലു അലയ്യ ബാബു മിനൻ നഹ്വ്,
നെഹ്വിന്റെ അഥവാ അറബി ഭാഷയുടെ വ്യാകരണ നിയമം, ഗ്രാമർ നിയമമായിട്ടുള്ള നെഹ്വിന്റെ ബാബിൽ ഒരു ബാബ് എനിക്ക് ഭയങ്കര സംശയമായി, ചെക്കുണ്ടായി, അത് ക്ലിയർ ആവുന്നില്ല. അങ്ങനെ ഉണ്ടായപ്പോ فأنفقت 80,000 درهم حتى حذقته, ഞാൻ അതിനു വേണ്ടി 80,000 ദിർഹം ചെലവഴിച്ചിട്ടുണ്ട് അതിലെനിക്ക് പ്രാവീണ്യം കിട്ടാൻ വേണ്ടിയിട്ട്. അഥവാ ആ മസ്അല എനിക്ക് മനസ്സിലാകാനും അത് ക്ലിയർ ആവാനും വേണ്ടി 80,000 ദിർഹം ഞാൻ ചെലവാക്കിയിട്ടുണ്ട്. കാരണം ഒരു ചെറിയ മസ്അല ആയിരിക്കും, നെഹ്വിന്റെ ഒരു ഭാഷാ നയമായിരിക്കും, പക്ഷേ ആ ഇൽമിനോടുള്ള ഇഷ്ടം കാരണത്താൽ ഖലഫ് ഇബ്നു ഹിശാം അൽ ബസ്സാർ, അദ്ദേഹം ഒരു റിവായത്തിന്റെ ഹംസയുടെ റിവായത്തിന്റെ റാവിയുമാണ്, ഖിറാഅത്തിന്റെ റാവിയുമാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു ഖിറാഅത്തുമുണ്ട്. ഖലഫ് ഇബ്നു ഹിശാം ഹിജ്റ 229 അദ്ദേഹം വഫാത്താകുന്നത്. ഇമാം അഹ്മദ് തന്റെ പഠിക്കുന്ന കാലഘട്ടവുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു വാക്ക് കാണാം. കുൻതു റുബ്ബമാ അറദ്തുൽ ബുകൂറ ഇലൽ ഹദീസ് ഫതഖുദ് ഉമ്മി സിയാബി വതഖൂൽ ഹത്താ യുഅദ്ദിനു الناس. ഞാൻ സുബഹിക്ക് മുമ്പ് തന്നെ ഈ മജ്ലിസുകൾക്ക് ഈ ഹദീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പോയിരുന്നു, വീട്ടിൽ നിന്ന് പുറപ്പെടാൻ നിൽക്കുമായിരുന്നു. പക്ഷെ എന്റെ ഉമ്മ എന്റെ വസ്ത്രം പിടിച്ചു നിർത്തിയിട്ട് ഒന്ന് ബാങ്ക് കൊടുക്കട്ടെ, ബാങ്ക് കൊടുത്തിട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട്, ഒന്ന് നേരം വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചു വെക്കാറാണ് ചെയ്യാറുള്ളത് എന്ന് പറയാണ്. കുട്ടിയായിരിക്കുന്ന സ്ഥലത്ത് അബൂബക്കർ ബിൻ അയ്യാഷിന്റെ ദർസുകളിൽ, മജ്ലിസുകളിൽ ഇമാം അഹ്മദ് പങ്കെടുക്കാൻ പോകാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇമാം ഷഅബി ആമിർ ഇബ്നു ശറാഹീൽ എന്ന പേരുള്ള ഹിജ്റ 103 മരണപ്പെട്ടിട്ടുള്ള താബിഈ ആയിട്ടുള്ള അലി റളിയല്ലാഹു നിന്നും ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ചിട്ടുള്ള ഷഅബി അറിയപ്പെട്ട ആളാണ് ഹദീസിൽ. അദ്ദേഹം പറയാണ്, ലൗ അന്ന റജുലൻ സാഫറ മിൻ അഖ്സ الشام ഇലാ അഖ്സ الയമൻ, ഷാമിന്റെ ഒരു അറ്റത്തിൽ നിന്ന് യമനിലെ ഒരു അറ്റത്തിലേക്ക് ഏതെങ്കിലും ഒരു വ്യക്തി പോവുകയാണ്, ഫഹഫിള കലിമതൻ തൻഫഉഹു ഫീമാ യസ്തഖ്ബിൽ മിൻ ഉംരിഹി, അവന്റെ ബാക്കിയുള്ള ജീവിതത്തിന് ഉപകരിക്കുന്ന എന്തെങ്കിലും ഒരു വാക്ക് അവൻ ആ യാത്ര കൊണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ റഅയ്തു അന്ന സഫറഹു ലം യുദിഅ, അവന്റെ യാത്ര പാഴായിട്ടില്ല, അവന്റെ യാത്ര അവന് നഷ്ടമായിട്ടില്ല. കാരണം ഒരു അറ്റത്ത് നിന്ന് വേറെ അറ്റത്തേക്കാ യാത്ര, പക്ഷെ ഒരു വാക്ക് അവൻ ഉപകരിക്കുന്നത് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അവന്റെ യാത്ര അത് പാഴായിട്ടില്ല എന്ന് ഇമാം ഷഅബി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ ഇബ്നു ശിഹാബ് അസ്-സുഹരി അദ്ദേഹത്തിന്റെ ഒരു സംഭവം കാണാം. അദ്ദേഹം പറയാണ്, സഈദ് ബിൻ മുസയ്യിബ് താബിഈയാണ്, എന്നാൽ റിവായത്തുകളിൽ സഹാബികളുടെ സ്ഥാനത്ത് പരിഗണിക്കുന്ന ഉസൂൽ ഫിഖ്ഹിലെല്ലാം സഈദ് ബിൻ മുസയ്യിബിന്റെ റിവായത്തുകളെ തെളിവായി കൊണ്ട് പരിഗണിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടി 3 ദിവസം അദ്ദേഹത്തിന്റെ ഒപ്പം ഞാൻ നടന്നിട്ടുണ്ട്. ഒരു ഹദീസ് കിട്ടാൻ വേണ്ടി 3 ദിവസം അദ്ദേഹത്തിന്റെ ഒപ്പം നടക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഇബ്നു ശിഹാബ് അസ്-സുഹരി ഹിജ്റ 124 മരണപ്പെട്ടിട്ടുള്ള അനസ് ബിൻ മാലിക്കിൽ നിന്നെല്ലാം ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് ഇമാം മാലിക്, സുഫിയാൻ ഇബ്നു ഉയൈന എന്നിവർ. അദ്ദേഹം പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ ഈ ഹദീസ് കേടുമ്പോൾ ഈ ഹദീസിൽ 2 തരത്തിലുള്ള ഹദീസുകൾ പറയും. ഒന്ന് ആലിയായ സനദുള്ള ഹദീസുകളുണ്ട്, നാസിലായ സനദുള്ള ഹദീസുകളുണ്ട്. അതായത് ഒരു ഹദീസ് ഒരുപാട് ആളുകൾ വഴി കേട്ട് കിട്ടുമ്പോൾ നാസിലായ സനദ് പറയും കമ്പാരിറ്റീവ്. മറ്റേത് 3-4 ആളുകളിൽ നിന്ന് ഹദീസ് കിട്ടുമ്പോൾ അത് ആലിയായ കുറഞ്ഞ ആളുകളല്ലേ വരുന്നുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഹദീസുകൾക്ക് ഒരു മുഹദ്ദീസുകൾ ഭയങ്കര വില കൊടുക്കുകയായിരുന്നു. അവർക്ക് മറ്റെന്തിനേക്കാൾ വിലയുള്ള കാര്യമായിരുന്നു അങ്ങനെ കിട്ടുന്ന ഹദീസുകൾ. അബുൽ ആലിയ ഹിജ്റ 93 മരണപ്പെട്ടിട്ടുള്ള താബിഈയാണ്. ഉബയ്യ് ഇബ്നു കഅബ്, ഇബ്നു അബ്ബാസ് എന്നിവരിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറയാണ്, കുന്നാ നസ്മഉ റിവായത അൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ബസറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബികൾ ഉദ്ധരിച്ച ഹദീസുകൾ ബസറയിൽ വെച്ച് ഞങ്ങൾ കേൾക്കാറുണ്ട്. അഥവാ ആരെങ്കിലും അവിടുന്ന് കേട്ട് വന്നിട്ട് ഇവിടെ വന്ന് പറഞ്ഞ് ഇവിടുന്ന് വേറെ ആൾ പറഞ്ഞ് കേട്ട് ബസറയിൽ ഞങ്ങൾ കേൾക്കാറുണ്ട്. ഫലം നർബ, ഞങ്ങൾക്ക് തൃപ്തിയാവൂല, ഞങ്ങൾക്കത് മതിയാവൂല. ഹത്താ റകിബ്നാ ഇലൽ മദീന ഫസമിഅനാഹാ മിൻ അഫ്വാഹിഹിം, ആ സഹാബികളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കണം. ഞങ്ങൾ മദീനയിലെത്തി സഹാബികൾ നേരിട്ട് കേട്ടാൽ എനിക്ക് തൃപ്തിയാവാറുണ്ടായിരുന്നുള്ളൂ എന്ന്. അത് വേറൊരു ലക്ഷ്യമാണ്. നീ പറഞ്ഞില്ലേ, ആലിയായ സനദ് കിട്ടണം. അഥവാ ഒരാൾക്ക് അയാളുടെ മേലെ സഹാബി, അയാളുടെ മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സനദ് എന്തായി? ആലിയായി. അല്ലെങ്കിൽ ഈ സഹാബിന്ന് വേറൊരാൾ കേട്ട് അയാളെന്ന് കേട്ടു, സംഭവം കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ എന്തല്ല അടുത്ത് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോവാറ്. മുഹദ്ദിസീങ്ങളുടെ ഇടയിൽ വളരെ വിലപ്പെട്ട കാര്യമാണ് അവർ ആലിയായ സനദ് എന്ന് പറയുന്നത്. ഇമാം അസ്-സബ്റാനി റഹിമഹുല്ലാഹ് ഹിജ്റ 360 വഫാത്തായിട്ടുള്ള വളരെ മഹത്തരമായ 3 മുഅ്ജമുകൾ, മുഅ്ജമുൽ കബീർ, ഔസത്ത്, സഗീർ എന്ന പേരിൽ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ 30 വർഷത്തോളം വൈക്കോല് ഇങ്ങനെ കൂട്ടിവെച്ചിട്ടുള്ള ആ തരത്തിലുള്ള അങ്ങനെയുള്ള സ്ഥലത്താണ് ഞാൻ 30 വർഷത്തോളം കടന്നിരുന്നത്. ഹദീസുകളിൽ മുഴുകിയിട്ട് ഞാൻ അങ്ങനെയാണ് കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്ന് ഇമാം അത്ത്-തബറാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം.
ഫർഖദ് അസ്സബ്ഖി അദ്ദേഹം മറ്റൊരു സലഫുകളിൽപ്പെട്ട റാവിയാണ്. ഹസൻ ബസ്രിയിൽ നിന്നും സഈദ് ഇബ്നു ജുബൈറിൽ നിന്നെല്ലാം ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം സുഫിയാൻ അസ്-സൗരിയുടെ ഒരു സംഭവം പറയുന്നുണ്ട്. ദഖലു അലാ സുഫിയാൻ അസ്-സൗരി ഫീ മർദിഹി അല്ലദീ മാത ഫീഹി. സുഫിയാൻ അസ്-സൗരി മരണപ്പെട്ട ആ രോഗത്തിന്റെ സന്ദർഭത്തിൽ, ആ രോഗമായിട്ട് കിടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പോയി. ഫഹദ്ദസഹു റജുലുൻ ബിഹദീസിൻ ഫഅജബഹു. അപ്പോൾ അദ്ദേഹത്തിന്റെ സദസ്സിൽ വെച്ചിട്ട് ഒരു വ്യക്തി ഒരു ഹദീസ് ഉദ്ധരിച്ചു. അപ്പൊ ഹദീസ് സുഫിയാൻ അസ്-സൗരിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫദറബ യദഹു ഇലാ തഹ്ത ഫിറാശിഹി. ആ കിടക്കുന്ന സമയത്ത് തന്നെ കിടക്കുന്ന വിരിപ്പിന്റെ താഴേക്ക് കൈ നീട്ടിയിട്ട് ഫഖറജ അൽവാഹൻ ലഹു ഫകതബ ദാലികൽ ഹദീസ്. അദ്ദേഹം ഒരു പലക എടുത്തിട്ട് ആ ഹദീസ് എഴുതി വെച്ചു. ഫഖാലു ലഹു. അപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്, അലാ ഹാദിഹിൽ ഹാൽ മിൻക്, ഈ ഒരു അവസ്ഥയിൽ എന്തിനെങ്ങനെ കഷ്ടപ്പെട്ട് എഴുതുന്നത്? അതായത് സുഫിയാൻ അസ്-സൗരി ജീവിതം കൊണ്ട് ഒരുപാട് ഹദീസുകൾ എഴുതിയിട്ടുള്ള, സ്വന്തമായി അന്ന് മദ്ഹബ് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. മദ്ഹബിന്റെ ഇമാമികൾ സുഫിയാൻ അസ്-സൗരിക്കും സുഫിയാൻ ഉയൈനക്കും ഹസൻ ബസ്രിക്കും ഇസ്ഹാഖ് ഇബ്നു റാഹ്വയ്ക്കും അങ്ങനെയുള്ള ഹമ്മാദ് ഇബ്നു സലമ, ഹമ്മാദ് ഇബ്നു സൈദ്, ഇവർക്കൊക്കെ മദ്ഹബ് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ പിൽക്കാലത്ത് അതെല്ലാം നഷ്ടപ്പെട്ടു പോവുകയും 4 മാത്രം നിലനിൽക്കുകയും ചെയ്തത്. അപ്പൊ അത്രയും വലിയ ഇമാമാണ് അദ്ദേഹം. മരണത്തിനോട് മല്ലിട്ട് കിടക്കുന്ന സമയത്ത് ഒരു ഹദീസ് ഇടപെട്ട് എഴുതി വെച്ചു. അപ്പൊ ഈ അവസ്ഥയിൽ എന്തിനാ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്ക് എന്താ അറിയോ? ഇന്നഹു ഹസനുൻ ഫഖദ് സമിഅതു ഹസനൻ. അത് നല്ലൊരു കാര്യമാണ് ഞാൻ കേട്ടത്. ഫഇൻ മിത്തു ഫഖദ് കതബ്തു ഹസനൻ. ഞാൻ മരണപ്പെടുകയാണെങ്കിൽ ഒരു നന്മ എഴുതിയിട്ടാണല്ലോ ഞാൻ മരണപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് എഴുതി വെച്ചിരുന്നത്. ഹദീസ് എഴുതി വെച്ചിരുന്നത്. കാരണം ഹദീസ് അന്ന് കേൾക്കും, എഴുതി വെക്കും. ഹദീസിന്റെ ഭാഷയിൽ റബ്തുൽ ഖൽബ്, റബ്തുൽ കിതാബത്ത് എന്നൊക്കെ പറയും. അപ്പോൾ ആ എഴുതി വെക്കുക എന്നുള്ള വലിയൊരു കാര്യമായിരുന്നു. അതുപോലെ ഹമ്മാദ് ബിൻ ഉസാമ ഹിജ്റ 201 മരണപ്പെട്ട മറ്റൊരു ഹാഫിദാണ്. വളരെ സബത്തുൽ ഇമാം അഹ്മദിന്റെ എല്ലാം ഉസ്താദാണ്. അദ്ദേഹം പറയാണ്, കതബ്തു ബിയദി ഹാദിഹി 100,000 ഹദീസ്. ഈ കൈ കൊണ്ട് അദ്ദേഹം കൈ പൊന്തിച്ചിട്ട് പറയാണ്, 1,00,000 ഹദീസുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. 1,00,000 ഹദീസുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മൾ 1,00,000 ഹദീസ് പോയിട്ട് ഒരു 10,000 ഹദീസ് പോലും കേൾക്കാനോ അല്ലെങ്കിൽ വായിക്കാനോ നമുക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. 10,000 ഹദീസുകൾ ഇപ്പം സ്വഹീഹ് ബുഖാരി എടുത്ത് വായിച്ചാലോ അല്ലെങ്കിൽ സ്വഹീഹ് മുസ്ലിം എടുത്ത് വായിച്ചാൽ തന്നെ 10,000 ഹദീസിന്റെ അടുത്തെത്തും. അല്ലെങ്കിൽ മുസ്നദ് അഹമ്മദ് എടുത്ത് വായിച്ചാൽ അതിനേക്കാൾ 10,000 കണക്കിന് ഹദീസുകൾ അതിലുണ്ടാവും. അതിന് നമുക്ക് സൗകര്യമുണ്ട്. നമുക്ക് വ്യത്യസ്ത ഭാഷകളെ ലഭ്യമാണ്. അറബി ഭാഷ ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ ആശയം മനസ്സിലാക്കാനെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, വേറെ വായിക്കാം, അല്ലെങ്കിൽ അതിന്റെ ദർസുകൾ കേൾക്കാം, പഠിക്കാം. അതിനുള്ള അവസരങ്ങൾ നമുക്കൊന്നുണ്ട്. മറ്റൊരു സംഭവം, സുഫിയാൻ ഇബ്നു ഉയൈന അദ്ദേഹം പറഞ്ഞ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറയാണ്, കാന ശാബു ഇദാ വഖഅ ഫിൽ ഹദീസ് ഇഹ്തസബഹു അഹ്ലുഹു. ചെറുപ്പക്കാർ ഈ ഹദീസിൽ മുഴുകിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹദീസ് പഠിക്കാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ കുടുംബക്കാർ അവരെ പിടിച്ചു വെക്കാറുണ്ടായിരുന്നു. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഖത്തീബുൽ ബഗ്ദാദിയാണ് ഇത് ഉദ്ധരിക്കുന്നത്. ഖത്തീബുൽ ബഗ്ദാദി പറയാണ്, യഅനി അന്നഹു കാന യജ്തഹിദു ഫിൽ ഇബാദ ഇജ്തിഹാദൻ യഖ്തഉ അൻ അഹ്ലിഹി ഫയഹ്തസിബൂനഹു ഇൻദ ദാലിക്. കാരണം ആ ഹദീസ് പഠിക്കുമ്പോൾ അവർ ഇബാദത്തുകൾ വർദ്ധിക്കും. കാരണം ഇത് പഠിക്കാനും എഴുതാനും ഇബാദത്തിൽ മുഴുകിയിട്ട് കുടുംബക്കാര് അവൻ എങ്ങനെ വിട്ടുപോകുമെന്ന് പേടിച്ചിട്ട് പിടിച്ചു വെക്കാറുണ്ടായിരുന്നു. കാരണം അത്രയും അവർ ആ ഹദീസ് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുമായിരുന്നു. ഇനി അബൂ ഹാത്തിം അർ-റാസി, നമ്മൾ നേരത്തെ പറഞ്ഞ അബൂ ഹാത്തിം അർ-റാസി, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ജവ്വാലായിരുന്നു. ജവ്വാലെന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ എന്തിനാ പറയാ? ജവ്വാൽ എന്താ? മൊബൈലാണ്. പക്ഷെ ഹദീസുകളുടെ ഭാഷയിൽ മുഹദ്ദിസീങ്ങളുടെ ഇടയിൽ ജവ്വാൽ എന്ന് പറഞ്ഞാൽ ഹദീസിന് വേണ്ടി ധാരാളം സഞ്ചരിച്ചിട്ടുള്ള ആളുകൾക്കാണ് ജവ്വാൽ എന്ന് പറയുക. ഒരു ഹദീസ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഹദീസ് പഠിക്കാൻ വേണ്ടി ഒരുപാട് നാടുകളിൽ സഞ്ചരിച്ച ആളാണ്. അബൂ ഹാത്തിം അർ-റാസിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മകൻ പറയുന്ന ഈ സംഭവം അത്ഭുതമാണ്. അല്ലെങ്കിൽ അവർ സഹിച്ച ത്യാഗത്തിന്റെ, അവർ സഹിച്ച കഷ്ടപ്പാടിന്റെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറയാണ്, അബൂ ഹാത്തിം അർ-റാസിയുടെ മകൻ പറയാണ്, ഒരിക്കൽ എന്റെ ഉപ്പ അബൂ ഹാത്തിം അദ്ദേഹം ഹദീസിന് വേണ്ടി നടത്തിയ യാത്രയെ പറ്റി പറഞ്ഞത്, അപ്പ പറയാണ്, അവ്വലു മാ ഖറജ്തു ഫീ ത്വലബിൽ ഹദീസ് അഖംതു 7 സിനീൻ അഹ്സൈതു മാ മശീതു അലാ ഖദമി സിയാദതി അലാ 1000 ഫർസഖ്. അദ്ദേഹം പറയാണ്, ഹദീസ് നേടാൻ വേണ്ടി അദ്ദേഹത്തിന് 20 ചില്ലാനാണ് വയസ്സ്. 20 ചില്ലാൻ ഇബ്നു 20 പ്രായമുള്ള സമയത്ത് ഹദീസ് പഠിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ആദ്യത്തെ യാത്ര 7 വർഷം നീണ്ടുനിന്നിട്ടുണ്ട്. 7 വർഷം. ആ 7 വർഷത്തിൽ ഞാൻ നടന്നുകൊണ്ടാ പോയത്. ഞാൻ എത്ര നടന്നു എന്നുള്ളത് ഞാൻ ആദ്യം കണക്ക് കൂട്ടിയായിരുന്നു. ആ 7 വർഷത്തിൽ അതിൽ 1000 ഫർസഖ്, ഒരു ഫർസഖ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് 1.5 മണിക്കൂർ നടന്ന് യാത്ര ചെയ്യാനുള്ള ദൂരത്തിനാണ് ഫർസഖ് എന്ന് പറയാം. അതിന്റെ 1000 ഫർസഖ് ഞാൻ നടന്നു പോയിട്ടുണ്ട്. 1000 ആയപ്പോ പിന്നെ ഞാൻ എണ്ണൽ നിർത്തി. 1000 ആയപ്പോ ഞാൻ എണ്ണൽ നിർത്തി. അതിൽ കൂടുതൽ നടന്നിട്ടുണ്ട്. അദ്ദേഹം നടന്ന കാര്യം പറയാണ്,
وأما ما كنت صرت أنا من الكوفة إلى بغداد فما لا أحصى كم مرة ഞാൻ കൂഫയിൽ നിന്ന് ബഗ്ദാദിലേക്ക് എത്രയോ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്, ഞാൻ എണ്ണിയിട്ടില്ല. വമിൻ മക്കത്ത് ഇലൽ മദീന മറാത്തിൻ കസീറ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഞാൻ കുറെ പോയിട്ടുണ്ട്, ഞാൻ എണ്ണിയിട്ടില്ല, ഒരുപാട് തവണ. ഖറജ്തു മിനൽ ബഹ്രി മിൻ ഖറബിൽ മദീന ഇലാ മിസ്ര മാഷിയൻ, മദീനയുടെ അടുത്തുള്ള ഒരു കടൽ തീരത്തിൽ നിന്ന് ഞാൻ മിസ്റിലേക്ക് നടന്നു പോയിട്ടുണ്ട്. വമിൻ മിസ്ര ഇല റംലത്ത് മാഷിയൻ, മിസ്രയിൽ നിന്ന് റംലയിലേക്ക് നടന്നു പോയിട്ടുണ്ട്. വമിൻ റംലത്ത് ഇല ബൈത്തുൽ മഖ്ദിസ് മാഷിയൻ, അവിടുന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് നടന്നു പോയിട്ടുണ്ട്. വമിൻ റംലത്ത് ഇല അസ്കലാനിലേക്ക് പോയിട്ടുണ്ട്. വമിൻ റംലത്ത് ഇല തൊബരിയയിലേക്ക് നടന്നു പോയിട്ടുണ്ട്. വമിൻ തൊബരിയത്ത് ഇല ദിമഷ്ക്, അവിടുന്ന് ദമസ്കസിലേക്ക് പോയിട്ടുണ്ട്. വമിൻ ദിമഷ്ക് ഇല ഹംസിലേക്ക് പോയിട്ടുണ്ട്. വമിൻ ഹമസ് ഇല അൻതാക്കിയ ഇല തർസൂസ് തുമ്മ റജഅതു മിൻ തർസൂസ് ഇല ഹമസ്, അങ്ങനെ അവിടെ നിന്ന് അൻതാക്കിയയിലേക്കും അവിടുന്ന് തുർസൂസിലേക്കും തിരിച്ച് ഹംസിലേക്കും വന്നിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അബുൽ യമാനി എന്നുള്ള റാവിയിൽ നിന്ന് കുറച്ച് ഹദീസുകൾ കൂടി ആ ഷേഖ് ഒന്ന് കേൾക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ വന്നു. അപ്പൊ സമയത്തു അത് കേട്ട് കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് ബൈസാനിലേക്ക് വീണ്ടും ഞാൻ പോയി. ബൈസാനിൽ നിന്ന് റക്കയിലേക്ക്, അവിടുന്ന് ഫുറാത്തിലേക്ക്, അവിടുന്ന് ബഗ്ദാദിലേക്ക്, അങ്ങനെ അവിടുന്ന് ഞാൻ ഷാമിലേക്കും വാസിത്തിലേക്കും നെയിലിലേക്കും, നെയിൽ നിന്ന് വീണ്ടും കൂഫയിലേക്കും, അങ്ങനെ ഞാൻ നടന്നുകൊണ്ട് പോയിട്ടുണ്ട്. ഈ യാത്ര മുഴുവൻ നടന്നുകൊണ്ടായിരുന്നു. അന്ന് എനിക്ക് 20 ചില്ലാനം വയസ്സായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് അബൂ ഹാത്തിം പറയാൻ. നമ്മൾ ആലോചിച്ച് നോക്കണം, എത്ര അവർ നടന്നു പോയിട്ട് ഹദീസുകൾ പഠിക്കാൻ വേണ്ടി അവർ സഞ്ചരിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ പറഞ്ഞ പേരുകൾ നമ്മൾ കേൾക്കാത്ത എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ബുഖാരിയും മുസ്ലിമും ഒക്കെ ഹദീസുകൾ ക്രോഡീകരിച്ച് വെച്ചോണ്ടാ. നമ്മൾ എന്താണ്, ഹദീസ് ബുഖാരിയിലുണ്ട്, സഹാബിയുടെ പേരേക്കും ബുഖാരിയുടെ പേരേക്കും, അത് സഹാബിയുടെ പേരേക്കും മുസ്ലിമിന്റെ പേരേക്കും. പക്ഷെ ആ സഹാബിയിൽ നിന്ന് ബുഖാരിയിലേക്ക് മുസ്ലിമിലേക്ക് ഹദീസിൽ വന്നതിന്റെ ഇടയിൽ ഒരുപാട് ആളുകളുടെ ത്യാഗവും കഷ്ടപ്പാടും ഉണ്ട്. ചിലപ്പോൾ ആ പേരുകൾ പോലും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. കാരണം അതിന് നമ്മൾ അത്രയും പ്രസക്തി നമുക്ക് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് പഠിക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ന് ചിലപ്പോൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. കാരണം ഹദീസുകൾ അത്രയും എളുപ്പത്തിൽ സഹീഹോ ദഈഫോ ആക്കിയിട്ട് ഉലമാക്കൾ വേർതിരിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. ഈ പേരുകൾ പഠിച്ചിരുന്നൊരു കാലമുണ്ട്, ഇത് സ്വീകരിക്കാൻ പറ്റുമല്ലേ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതുപോലും നമുക്കിന്ന് ആവശ്യമില്ലാതെ ഇവരുടെ ത്യാഗങ്ങൾ നമ്മളിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോയിട്ടുണ്ടോ എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. സഹാബിയായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഹദീസ് പഠിക്കാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ച സഹാബിയാണ്. വലിയ കച്ചവടക്കാരനായിരുന്നു. ഇസ്ലാം സ്വീകരിച്ച് ഹദീസ് പഠിക്കാൻ വേണ്ടി എല്ലാം ഒഴിവാക്കി ഹദീസിൽ മുഴുകിയ ഒരു വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ദമസ്കസിൽ താമസമാക്കുകയും അവിടെ മസ്ജിദിൽ ഹദീസ് ഉദ്ധരിച്ചു കൊടുക്കുകയും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം പറയാണ്, ലൗ ഇൻ ഉൻസീതു ആയതൻ ലം അജിദ് അഹദൻ യുദക്കിറുനീഹാ, ഞാനൊരു ആയത്ത് മറന്നുപോയി അല്ലെങ്കിൽ മറപ്പിക്കപ്പെട്ടു വിചാരിക്കുക, എനിക്കൊരായത്ത് അത് ഓർമ്മപ്പെടുത്താൻ ഒരാളെയും കിട്ടിയില്ല. ഇല്ല റജുലൻ ബിബർക്കിൽ ഖിമാദ്, ബർക്കിൽ ഖിമാദ് എന്ന കടലിന്റെ അടിത്തട്ടിന് പറയുന്നതാണ്. ആ കടലിന്റെ അടിത്തട്ടിലെ ഒരാളുള്ളൂ എങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും. എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി, ആയത്ത് തിരിച്ചു കിട്ടാൻ വേണ്ടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകും. അഥവാ ഇൽമ് നേടാൻ വേണ്ടി എന്ത് ത്യാഗവും ഞാൻ സഹിക്കും എന്നുള്ളത് നമുക്ക് എളുപ്പമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവിയിൽ വെച്ചോ അല്ലെങ്കിൽ മസ്ജിദ് ഹറമിൽ വെച്ചോ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് സ്ഥലത്ത് വെച്ചിട്ടോ ഒരു ആലിം ഒരു ദർസ് എടുക്കുന്നുണ്ട് എങ്കിൽ, ഒരു ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതേ സമയം നമുക്ക് ഇവിടുന്ന് കേൾക്കാം. സുബ്ഹാനല്ലാഹ്, അതേ സമയം നമുക്ക് ഇവിടുന്ന് കേൾക്കാം, പഠിക്കാം, എഴുതാം, എല്ലാം ചെയ്യാം. അതല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ അതേ ഹദീസുകൾ വീണ്ടും കേൾക്കാം. അത്രയും സൗകര്യങ്ങൾ ഇന്ന് നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിഅമത്തിനാൽ നമുക്കുണ്ട്. പക്ഷേ ഇനിയും നമ്മൾ ഈ ഹദീസുകൾ ഇൽമിന്റെ അസ്ലായിരുന്നു, ഇന്ന് അതിനെ എളുപ്പമാക്കി ഓരോ കിതാബുകളായി ക്രോഡീകരിച്ചു കൊണ്ടിരിക്കെ നമ്മൾ ഇൽമ് നേടുന്നതിൽ അലസത കാണിക്കുകയാണ് എങ്കിൽ ഈ സലഫുകളോടുള്ള അല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന എന്താണത്? അത് പഠിക്കാൻ നമ്മളൊരു സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ പഠിക്കുന്നില്ല എങ്കിൽ ഈ ത്യാഗം സഹിച്ച അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത്? അവരെന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പാട് സഹിച്ചിട്ടുള്ളത്? നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം. മറ്റൊരു സംഭവം ഹദീസിന്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ ഹദീസ് ശരിയാണോ, ആ ഇൽമ് എനിക്ക് വേണം, അല്ലെങ്കിൽ ആ ഇൽമ് കിട്ടിയാലേ എനിക്ക് അമല് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, ഒരു ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താ? 2 കാര്യങ്ങൾ ആദ്യം പറഞ്ഞത്. അള്ളാഹിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനുള്ളതായിരിക്കും, അല്ലെങ്കിൽ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാനുള്ളതായിരിക്കും. ഈ 2 കാര്യത്തിൽ അള്ളാഹിനെ കുറിച്ചുള്ള അറിവ് കിട്ടുക പറഞ്ഞാൽ ആലോചിച്ച് നോക്കി, അല്ലെങ്കിൽ അള്ളാഹിനെ ആരാധിക്കാൻ ഒരു പുതിയ കാര്യം കിട്ടുക പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. അപ്പൊ അത് കിട്ടാൻ വേണ്ടി, അത് ശരിയാണോ അല്ലേന്ന് അറിയാൻ വേണ്ടി എത്രത്തോളം അവർ ശ്രദ്ധിച്ചിരുന്നു എന്നില്ല, എത്രത്തോളം കഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതിന് ഒരു സംഭവമാണ്. നസ്ർ ബിൻ ഹമ്മാദ് ബിജ്ലി റഹിമഹുള്ള, അദ്ദേഹം ശുഅബയിൽ നിന്നും അതുപോലെ തന്നെ ഇസ്രായേൽ റാവിയിൽപ്പെട്ട വ്യക്തിയാണ്. അവരിൽ നിന്നൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള തിർമിദിയുടെ ഒക്കെ ഉസ്താദായിരുന്ന ആളാണ്.
അദ്ദേഹം ഒരിക്കലും ഹദീസ് ഷുഅബ ഉണ്ടാവില്ല, ഇമാം ഷുഅബ റഹ്മഹുല്ലാഹി അവിടെ ഉണ്ട്. അപ്പൊ ഷുഅബയുടെ അടുക്കൽ ഒരു ഹദീസ് ഉദ്ധരിച്ചു കൊടുത്തു. ഷുഅബ അത് കേട്ടു. ആ ഹദീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഹദ്ദിസു അൻ ഇസ്രായീൽ അൻ അബി ഇസ്ഹാഖ് അൻ അബ്ദുല്ലാഹ് ഇബ്നു അതാ അൻ ഉഖ്ബത്ത് ബിൻ ആമിർ. ഇത് സനദ് പറഞ്ഞു. ഉഖ്ബത്ത് ബിൻ ആമിർ സഹാബിയാണ്. അതിന് താഴെയുള്ള ആളുകളിൽ നിന്ന് വരെ കിട്ടുന്ന ഒരു സനദ് പറഞ്ഞിട്ട് ഇസ്രായേലിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസ് പറഞ്ഞു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുന്നാ നതനാവബു റഅയത്തുൽ ഇബിൽ ഫതവദ്ദഅതു സുമ്മ ജിഅതു ഇലാ റസൂലില്ലാഹ്. ഞങ്ങൾ ഒരു ദിവസം ഒട്ടങ്ങളെയൊക്കെ നോക്കി കെട്ടിവെച്ചിട്ട് വുളു എടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് മസ്ജിദിലേക്ക് വന്നു. വൈദ അസ്ഹാബുഹു ഹൗലഹു, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റുമുണ്ട്. ഫദനൗതു മിൻഹു ഫസമിഅതുഹു യഖൂൽ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് ഞാൻ പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറയുന്നത് എന്താ ഹദീസ്? മൻ തവദ്ദഅ സുമ്മ ദഖല അൽ മസ്ജിദ് ഫസല്ല റകഅതൈൻ ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും വുളു എടുക്കുകയും എന്നിട്ട് മസ്ജിദിലേക്ക് പ്രവേശിച്ച് 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും, അല്ലെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കും എന്നുള്ള ഈ ഹദീസ് ഈ സനദ് പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ധരിക്കുന്നു എന്ന് പറയുന്നത് ഈ നസ്ർ ബിൻ ഹമ്മാദ് അൽ ബിജ്ലിയാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. ഇത് ഷുഅബയുടെ അടുക്കലാണ് ഉദ്ധരിക്കുന്നത്. ഷുഅബ അത് കേട്ടു. അങ്ങനെ ഷുഅബ അത് കേട്ടിട്ട് അപ്പൊ ഈ ഹദീസ് ഭയങ്കര പ്രാധാന്യമുള്ളതല്ലേ, മസ്ജിദ് കയറി 2 റക്അത്ത് നിസ്കരിച്ച പാപങ്ങൾ പുറത്തിട്ടും ഭയങ്കര സന്തോഷമായി. അപ്പൊ ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ബഹ് ബഹ്, എന്ത് നല്ല കാര്യമാണെന്ന് നിലക്ക് ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോ ഫല സമനി ഷുഅബ അദ്ദേഹത്തെ അടിച്ചു. ഷുഅബ അദ്ദേഹത്തെ അടിച്ചു. ഫതലഹൈതു ഫി നാഹിയതി അബ്ക, അദ്ദേഹം പറയാ ഞാനൊരു മൂലക്ക് പോയിട്ട് ഞാൻ കരയാൻ തുടങ്ങി. ഞാനൊരു സൈഡിൽ പോയിട്ട് ഞാൻ കരഞ്ഞു. ഞാൻ അത്രയും നല്ലൊരു ഹദീസ് ഉദ്ധരിച്ചു കൊടുത്തപ്പോ ഷുഅബ എന്താ ചെയ്തത്? എന്നെ അടിക്കുക ചെയ്തത്. അപ്പൊ അതിന്റെ വിഷമത്തിൽ ഞാൻ പോയി കരഞ്ഞു. അപ്പൊ ഷുഅബ ചോദിച്ചു, ബാക്കിയുള്ള ആളുകളുണ്ട്, മാ ലഹു യബ്കി, അവൻ എന്തിനാ കരയുന്നത്, എന്താ കരയാൻ കാരണം ചോദിച്ചു. അപ്പോ ഇബ്നു ഇദ്രീസ് മറ്റൊരു വിദ്യാർത്ഥിയാണ്, അദ്ദേഹം പറഞ്ഞു ഇന്നക അസതയിലേ, നിങ്ങൾ അവനെ വേദനിപ്പിച്ചു, നിങ്ങൾ അവനെ ഇങ്ങനെ പെരുമാറിയതുകൊണ്ട് ആ വിഷമത്തിൽ കരയാണെന്ന് പറഞ്ഞു. ഫഖാല ഷുഅബ, അപ്പൊ ഷുഅബ പറഞ്ഞു ഉൻദുർ മാ യുഹദ്ദിസു അൻ ഇസ്രായീൽ അൻ അബി ഇസ്ഹാഖ്, അവൻ എന്ത് ഹദീസാ ഉദ്ധരിച്ചിട്ടുള്ളത്? ഇസ്രായേൽ അബൂ ഇസ്ഹാഖിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ചിരിക്കേ. ഷുഅബ എന്താണ് ഹദീസുകളുടെ സനദുകളിൽ എഴുതുകൾ വലിയ പാണ്ഡിത്യമുള്ള ആളാണ്. ഈ ഹദീസ് ശരിയല്ല, ഈ ഹദീസ് സഹിഹല്ല, സ്വീകാര്യമല്ല, അവൻ എന്താ ഈ ഹദീസ് ഇങ്ങനെ ഉദ്ധരിച്ചിരിക്കുന്നത് എന്ന നിലക്ക് പറഞ്ഞു. അപ്പോ ഇത് കേട്ടു, ഈ ഹദീസ് എന്തെങ്ങനെ. അപ്പോ നസ്ർ ബിൻ ഹമ്മാദ് ഈ ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞു, ഞാൻ അബൂ ഇസ്ഹാഖ് എന്നുള്ള വ്യക്തി ഇദ്ദേഹത്തിനോട് വന്ന് ചോദിച്ചു, അബൂ ഇസ്ഹാഖിനോട് പറഞ്ഞു മൻ ഹദ്ദസക ബിഹാദിൽ ഹദീസ്. അപ്പൊ ഈ ഹദീസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അബൂ ഇസ്ഹാഖിൽ നിന്ന് ഇസ്രായേലാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പൊ അബൂ ഇസ്ഹാഖിനോട് ഞാൻ പോയി ചോദിച്ചു, ആരാണ് നിങ്ങൾക്ക് ഈ ഹദീസ് ഉദ്ധരിച്ചു തന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു ഹദ്ദസനി അബ്ദുല്ലാഹ് ഇബ്നു അതാ അൻ ഉഖ്ബ. ആ ഹദീസ് അതേപോലെ സനദ് പറഞ്ഞു. ഈ സനദ് കേട്ടപ്പോ മറ്റൊരു റാവിയായി ഹദീസിൽ അറിവുള്ള മിസ്അർ റഹിമഹുല്ലാ അദ്ദേഹം അവിടെ ഉണ്ട്. അദ്ദേഹം ഇത് കേട്ടു. മിസ്അർ ഇബ്നു കിദാം എന്ന് പറയും. അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് ഹദീസിൽ വിഷയത്തിൽ മുസ്ഹഫ് എന്നാണ്. കാരണം അത്രയും ഹദീസിന്റെ ആളുകളെ പറ്റിയിട്ടും ഹദീസിനെ പറ്റി അറിവുള്ള ആളാണ്. അദ്ദേഹത്തെ കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു അബ്ദുല്ലാഹ് ബിൻ അതാ ബി മക്ക, അബ്ദുല്ലാഹ് ബിൻ അതാ ഉണ്ടായിരുന്നത് മക്കയിലാണ്. ഈ ഹദീസ് പറഞ്ഞു കേട്ടപ്പോ ഞാൻ ഫറഹൽതു ഇലൈഹി ബി മക്ക, ഞാൻ അബ്ദുല്ലാഹ് ബിൻ അതാന്റെ അടുത്ത് എത്താൻ വേണ്ടി മക്കയിലേക്ക് പോയി. വലം ഉരിദ് അൽ ഹജ്ജ, ഹജ്ജ് ഉദ്ദേശിച്ചിട്ടല്ല പോയത്, കാരണം അവർ ബസ്രയിലോ കൂഫയിലാണുള്ളത്. അപ്പൊ മക്കയിലേക്ക് ഹജ്ജിന്റെ സമയത്താണ് പോകുന്നത്, പക്ഷെ ഹജ്ജിന്റെ ഉദ്ദേശത്തിലല്ല പോണത്. ഈ അറദുൽ ഹദീസ്, ഈ ഹദീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പോയത്. ഫസഅൽതു അബ്ദുല്ലാഹ് ബിൻ അതാ അൽ ഹദീസ്, അബ്ദുല്ലാഹ് ബിൻ അതാന്റെ അടുക്കൽ പോയിട്ട് ഞാൻ ഈ ഹദീസ് ചോദിച്ചു, ഇങ്ങനെ ഒരു ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫഖാല സഅദ് ബിൻ ഇബ്രാഹിം ഹദ്ദസനി, എന്നോട് സഅദ് ബിൻ ഇബ്രാഹിം ആണ് ഹദീസ് പറഞ്ഞത്. ഫഖാല മാലിക് ബിൻ അനസ്, അപ്പോ ഈ ഹദീസ് ആരാണ് പറഞ്ഞത്? സഅദ് ബിൻ ഇബ്രാഹിം ആണ് കിട്ടി. അപ്പൊ ഇമാം മാലിക് അവിടെ ഉണ്ട്, ഹജ്ജിന് വന്നിട്ടുണ്ട്. അപ്പൊ ഇമാം മാലിക്കിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു സഅദും ബിൽ മദീന ലം യഹജ്ജൽ ആം, സഅദ് മദീനയിലാണ് ഇക്കൊല്ലം ഹജ്ജ് ചെയ്തിട്ടില്ല, ഹജ്ജ് ചെയ്യാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഫറഹൽതു ഇലൽ മദീന, മിസ്ർ ആ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. ഫസഅൽതു അൻഹു സഅദൻ, അതിനെക്കുറിച്ച് സഅദിനോട് ചോദിച്ചു. അൽ ഹദീസ് മിൻ ഇൻദകും, നിങ്ങളുടെ അടുക്കൽ, മിൻ ഇൻദികും, നിങ്ങളുടെ അടുക്കൽ ഹദീസ് ഉണ്ടോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു സയ്യാദ് ബിൻ മിഖ്റാഖ് ഹദ്ദസനി, സയ്യാദ് ബിൻ മിഖ്റാഖ് ആണ് ഹദീസിന്റെ ഉദ്ദേശിച്ചത്, സയ്യാദ് ബിൻ മിഖ്റാഖ് ആണെന്ന് പറഞ്ഞു. അപ്പൊ മിസ്ർ ചോദിച്ചു അയ്യു ഷൈഇൻ ഹാദിൽ ഹദീസ്, എന്ത് ഹദീസാണിത്, ഇതെന്ത് കോലത്തിലുള്ള ഹദീസാണ്? ബൈനാഹു കൂഫി ഇസ്സാറ മക്കിയൻ ഇസ്സാറ മദനിയൻ ഇസ്സാറ ബസരിയൻ. ഈ ഹദീസിന്റെ ഒരു റാവി കൂഫക്കാരൻ, ഒരു റാവി മക്കക്കാരൻ, ഒരു റാവി മദീനക്കാരൻ, ഒരു റാവി ബസ്രക്കാരൻ. അഥവാ ഉസൂൽ ഹദീസുകൾ അധികം വരുന്ന രീതിയിൽ ചിലപ്പോൾ ഒരു നാട്ടിൽ നിന്ന് അധികം വരിക, ഒരു നാട്ടിലെ ആളുകളായിരിക്കും ഒരു ഹദീസ് അധികം ഉദ്ധരിക്കുക. കാരണം ഒരു സഹാബി ഇന്ന നാട്ടിൽ പോയിട്ട് അവിടെ പഠിപ്പിച്ചിട്ടുണ്ടാവും, അവിടുത്തെ ഉലമാക്കളിൽ നിന്നായിരിക്കും ഹദീസ് വന്നിട്ടുണ്ടാവും. അധികം റാവിമാർ അങ്ങനെ വരും. ഫർദായിൽ ചുരുക്കം ചിലതേ അതിൽ നിന്ന് പുറത്തേക്ക് വരുള്ളൂ. അതിന് ഫർദായ ഹദീസ് അല്ലെങ്കിൽ ഗരീബിന്റെ വേറെ നിസ്ബി ആയിട്ടൊക്കെ പറയും. അപ്പോ അങ്ങനെ വന്നിട്ടുള്ള ഹദീസാണ്. അപ്പൊ ഇത് കേട്ട മിസ്റ്റർ ഇത് കേട്ടപ്പോ ഓരോ റായിമാർ ഓരോ നാട്ടുകാരാണല്ലോ, ഇത് എന്ത് ഹദീസാണ് നൽകി ചോദിച്ചു.
ഇത് സയ്യാദ് ബിൻ മഖ്റാഖാണല്ലോ ഈ ഹദീസ് ഉദ്ധരിച്ച് കേട്ടത്. അദ്ദേഹം ഫഅതൈതുൽ ബസറയിലേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, ആലോചിക്കണം, ഒരു ഹദീസുള്ളൂ. പള്ളി കയറി 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇന്ന കൂലി ഉണ്ട് എന്നുള്ളൊരു ഹദീസാണ്. ആ ഹദീസിന്റെ സനദിൽ സംശയം തോന്നിയപ്പോൾ, അല്ലെങ്കിൽ അത് ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട് ആ ഹദീസിന്റെ ഓരോ റായിമാർ അന്വേഷിച്ചു പോയി. അപ്പൊ ഇന്നാൾ വേറെ, നാല് നാടാണ്, നാല് നാട്ടിലാണ്. അദ്ദേഹം ബസ്രയിലേക്ക് പോയി. ഫസഅൽതു സയ്യാദ് ബിൻ മഖ്റാഖിനോട് ചോദിച്ചു. ഫഖാല ലൈസൽ ഹദീസ് മിൻ ബാബിക്. അപ്പോൾ സയ്യാദ് പറഞ്ഞു, ഈ ഹദീസ് നിങ്ങൾക്ക് പറ്റിയതല്ല, ഈ ഹദീസ് സ്വീകാര്യമല്ല, നിങ്ങൾ വെറുതെ നോക്കണ്ട പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ലാ ബുദ്ദ മിൻ തുഖ്ബിർനി ബിഹി, എന്തായാണെങ്കിലും നിങ്ങൾ എന്നെ അത് അറിയിച്ചേ പറ്റുള്ളൂ, ആ സനദിക്ക് പറഞ്ഞു തരണം പറഞ്ഞു. അപ്പോൾ ഹദീസ് സ്വീകാര്യമല്ല പറഞ്ഞു, എന്നാലും പറയണമെന്ന് പറഞ്ഞു. فقال പറഞ്ഞു حدثني شهر بن حوشب عن ابي ريحانه عن عقبه بن عامر فلما ذكر شهرا. അങ്ങനെ ആളുകളെ പറയാൻ തുടങ്ങി എവിടുന്ന ഈ ഹദീസ് കിട്ടിയത്. അതിൽ ആര് വന്നു? ഷഹർ ബിൻ ഹൗഷബ് പറഞ്ഞു. അദ്ദേഹം ദഈഫാണ്, ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല അദ്ദേഹം സനദിൽ വന്നു കഴിഞ്ഞാൽ. അത് കേട്ടപ്പോൾ തന്നെ പറഞ്ഞു ദുമ്മിറ അലാ ഹാദൽ ഹദീസ്, ഈ ഹദീസ് ശരിയല്ല എന്ന് പറഞ്ഞു. ഈ ഹദീസ് ശരിയല്ല പറഞ്ഞു. അപ്പൊ ഇത്രയായപ്പോ ഈ ഹദീസ് പറഞ്ഞ നസ്ർ ബിൻ ഹമ്മാദിന് കാര്യം ഉറപ്പായി, എനിക്ക് തെറ്റ് പറ്റിയതാണ്, ശരിയല്ല എന്നുള്ളത്. അപ്പൊ ശുഅബ ആ സമയത്ത് പറഞ്ഞു വല്ലാഹി ലൗ സഹഹ ലിഹാദൽ ഹദീസ്, ഈ ഹദീസ് എങ്ങാനും എന്റെ അടുക്കൽ സഹീഹായിട്ട് വന്നാൽ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് കാന അഹബ്ബ ഇലയ്യ മിൻ അഹ്ലി വമാലി വമിനൻ നാസി അജ്മഈൻ, അതായിരിക്കും എനിക്ക് എന്റെ കുടുംബത്തിനേക്കാളും എന്റെ സമ്പത്തിനേക്കാളും മറ്റുള്ള ആരെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന്. കാരണം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പാപങ്ങൾ പുറത്തിട്ടുന്ന ഒരു ഹദീസാണ്. പക്ഷെ അതെങ്ങാനും സഹീഹായ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. ആ പറഞ്ഞ സനദ് തെറ്റായതുകൊണ്ടാണ് ഞാൻ നിന്നെ അടിച്ചത് എന്ന് പറയാം. ഇവിടെ പറഞ്ഞ വിഷയം, ഒരു ഹദീസ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഹദീസ് മനസ്സിലാക്കാൻ വേണ്ടി അവർ സഹിച്ച ത്യാഗവും കഷ്ടപ്പാടും എത്ര വലുതായിരുന്നു എന്നുള്ളത്. നമ്മൾ ദീന് പഠിക്കണം. ദീന് പഠിക്കുക എന്നുള്ളത് നമുക്ക് ആ ഒരു താല്പര്യം വരണം. കാരണം അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു താല്പര്യം എന്ന് പറഞ്ഞാൽ, ഇതിന്റെ പിന്നിൽ രഹസ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച, അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം അത് കേൾക്കാതെ മരണപ്പെടുക എന്നുള്ളത്, അതറിയാതെ മരണപ്പെടുക എന്നുള്ളത് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ സൃഷ്ടിച്ച നാം എന്തിനാണോ ജീവിക്കുന്ന ആ ലക്ഷ്യം അറിയാതെ പോവുക എന്നുള്ളത് എത്ര വലിയ നഷ്ടമായിരിക്കും. നമ്മളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറി, എന്താണ് ജോലി എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. ആ ജോലി ചെയ്താലേ നമുക്ക് ശമ്പളം കിട്ടുള്ളൂ. നമ്മൾ എത്രത്തോളം ആ ജോലി എന്താണെന്ന് അന്വേഷിക്കും, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പഠിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവാണിത് ദീനിയായ ഇൽമ എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇതുപോലെയുള്ള കിതാബുകളിൽ ഉലമാക്കൾ ചെറിയ രീതിയിൽ അവരെ ഒന്ന് ഓർമ്മിക്കാൻ, അല്ലെങ്കിൽ അവർ സഹിച്ച ത്യാഗം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സയ്യിദുൽ ഖാഫിർ എന്ന കിതാബിൽ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ പറഞ്ഞ ഇതിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ അദ്ദേഹം പറഞ്ഞു, തഅമ്മൽതു അജബൻ, ഞാൻ അത്ഭുതത്തോടു കൂടി ചിന്തിച്ച ഒരു കാര്യമാണ്. വഹുവ അന്ന കുല്ല ശൈഇൻ നഫീസുൻ ഖതീറുൻ യതൂലു തരീഖഹു, എന്തോ ആവട്ടെ, യതൂലു തരീഖഹു, എന്ത് കാര്യമാവട്ടെ വിലപിടിപ്പുള്ള മൂല്യവത്തായിട്ടുള്ളൊരു കാര്യമാണ് എങ്കിൽ അത് ലഭിക്കണമെങ്കിൽ കുറേ ദൂരം പോകണം, കുറേ പണിയെടുക്കണം, കുറേ കഷ്ടപ്പെടണം. മൂല്യവത്തായിട്ടുള്ള ഏത് കാര്യത്തിനും അങ്ങനെ വേണം, ഒരു സംശയമില്ല. എന്തിനും അത് കിട്ടാൻ വേണ്ടി എന്തായാലും കുറെ ക്ഷീണം സഹിക്കണം. നമ്മൾ ആലോചിച്ചാൽ മതി, എന്ത് കാര്യവും വിലപിടിപ്പുള്ള മൂല്യവത്തായ ഒരു കാര്യമാണോ അത് നേടാൻ കുറെ ബുദ്ധിമുട്ട് സഹിക്കണം, അത് നേടാൻ കുറെ ക്ഷീണം ഉണ്ടാവണം. ഈ ഇൽമ എന്നുള്ളത് ഏറ്റവും ഷറഫ് നിറഞ്ഞ കാര്യമാണ്, ഏറ്റവും ഷറഫുള്ള കാര്യമാണ്. ലം യുഹ്സൽ ഇല്ലാ ബിത്തഅബി വസ്സഹരി വത്തക്റാർ, ബുദ്ധിമുട്ട് സഹിക്കാതെ, ഉറക്കം ഒഴിവാക്കാതെ, വീണ്ടും വീണ്ടും അതിൽ മുഴുകാതെ നമുക്ക് നേടൂല, നേടാൻ സാധിക്കില്ല. വഹജ്രി ലദ്ദാതി വറാഹ, ആസ്വാദനങ്ങൾ ഒഴിവാക്കാതെ, റാഹത്തുകൾ ഒഴിവാക്കാതെ അത് നമുക്ക് നേടാൻ സാധിക്കൂല. ഹത്താ ഖാല ബഅദുൽ ഫുഖഹാ, ചില ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്, ബഖീതു സിനീന അഷ്തഹി അൽ ഹരീസത ലാ അഖ്ദിർ, ഞാൻ വർഷങ്ങളോളം ഞാൻ എനിക്ക് നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ ഹരീസ കഴിക്കാൻ വേണ്ടി, ഹരീസ പറയുമല്ലോ നമ്മൾ, അലീസ എന്നൊക്കെ പറയുന്ന ആ വിഭവം കഴിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, അത് കഴിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അത് വാങ്ങാനുള്ള സമയം ദർസ് കേൾക്കാനുള്ള ഒരു സമയമായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഷേഖിന്റെ ഇന്ന് ഹദീസ് കേൾക്കാനുള്ള സമയമായിരിക്കും. അപ്പൊ അത് വാങ്ങാൻ പോലും സാധിച്ചിട്ടില്ല എന്ന് പറയാണ്. അപ്പോ ഈ ഒരു ത്യാഗത്തിന്റെയും ഈ ഒരു പരിശ്രമത്തിന്റെയും എല്ലാം ആകത്തുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് മനസ്സിലാക്കിയാൽ മതി. മൻഹൂമാനി ലാ യശ്ബആൻ, 2 ആർത്തി പിടിച്ച ആളുകൾ അവർക്ക് വയറിറിയില്ല. 2 ആർത്തിയുള്ള ആളുകൾ അവർക്ക് മതിയാവൂല, എത്ര കിട്ടിയാലും മതിയാവൂല.
ത്വാലിബു ഇൽമിൻ വത്വാലിബു ദുനിയ. ഇൽമ് തേടുന്ന ഒരുവനും ദുനിയാവ് തേടുന്ന ഒരുവനും. ദുനിയാവിൽ സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്കും മതിയാവൂല. ഇന്ന് ഇത്ര കിട്ടിയാൽ അടുത്ത ദിവസം അതിനേക്കാൾ കൂടുതൽ ആവശ്യങ്ങളായിരിക്കും അവന്. അതിനേക്കാൾ കൂടുതൽ വേണം. അവന്റെ ആവശ്യങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല. അവൻ അതിനോടുള്ള ആർത്തി എത്ര കിട്ടിയാലും മതിയാവൂല. അതുപോലെ തന്നെ ഇൽമിനോടുള്ള ആർത്തിയും. ഇൽമിനോടുള്ള ഇഷ്ടമുണ്ടായിക്കഴിഞ്ഞാൽ, ഇൽമിനോടുള്ള താല്പര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കിട്ടിയ വീണ്ടും കിട്ടണം തോന്നും. അത്രയും ആഗ്രഹം ഉണ്ടാവും. എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ ഒരു ചർച്ചയാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ സ്വർഗത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, സ്വർഗത്തിൽ തലബുൽ ഇൽമ് ഉണ്ടാവുമെന്ന്. സ്വർഗത്തിൽ തലബുൽ ഇൽമ് ഉണ്ടാവുമെന്ന്. ചർച്ചയുടെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ദുനിയാവിലെ ഏറ്റവും ആസ്വാദനം സന്തോഷമുള്ള കാര്യം എന്താ? തലബുൽ ഇൽമാണ്. അപ്പൊ സ്വർഗത്തിൽ ദുനിയാവിലെ ആസ്വാദനങ്ങളെല്ലാം ഉന്നതമായ കാര്യം ഉണ്ടാവും. അപ്പോൾ സ്വർഗത്തിലും അതുണ്ടാകാം എന്ന നിലക്ക് അദ്ദേഹം പറയുന്നത് കാണാം. അപ്പൊ അത്രയും ആസ്വാദകരമായിട്ടുള്ള, സന്തോഷം നൽകുന്ന, നമ്മുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കുന്ന ഈ ഒരു ഇൽമ് എന്നുള്ളത്, അതിന്റെ അടിസ്ഥാനം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ ധാരാളമാണ്. അതിൽ വളരെ കുറച്ച് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. റായിമാരിൽ ഒരുപാട് ആളുകൾ, അതിൽ കുറഞ്ഞ പേരുടെ ത്യാഗങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവർ ഒരുക്കി വെച്ച് നമുക്ക് പിൽക്കാലത്ത് ധാരാളം പണ്ഡിതന്മാർ പല രീതിയിൽ ക്രോഡീകരിച്ച് എളുപ്പത്തിലാക്കി തന്നിട്ടുള്ള ഈ ഇൽമിനെ അത് പഠിക്കാനും കേൾക്കാനും അത് അറിയാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റെന്ത് തിരക്കുകൾ ഉണ്ടെങ്കിലും കുറഞ്ഞ സമയമെങ്കിലും നാം മാറ്റിവെക്കണം. അതിനുവേണ്ടി നാം തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഈ ഇൽമ് എത്താൻ വേണ്ടി അവരുടെ ജീവിതത്തിൽ പലരും ത്യജിച്ച, പല ത്യാഗങ്ങളും സഹിച്ച നമ്മുടെ മുൻഗാമികൾ, സലഫുസ് സാലിഹീങ്ങൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അർഹമായ പ്രതിഫലം, മഹത്തായ പ്രതിഫലം അല്ലാഹു തആല നൽകുമാറാകട്ടെ. അവരോടൊപ്പം നമ്മളെയും സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.